Hi students, welcome to EdDream Classroom. So today we are going to deal with the paper BEGC 109 British Romantic Literature. Okay, so we have covered the block 1 of this paper. Now we are going to study the block 2 of this paper. Okay, so in this block you can see there are 4 units. Okay, so you have to study 4 units here in this block 2. ഏതാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്? വില്യം വേർഡ്സ്വർത്തിൻ്റെ പ്രധാന കൃതികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് അല്ലെങ്കിൽ ഒരു 3 ഇമ്പോർട്ടൻറ്റ് പോയംസ് ആണ്. ഒന്ന് ഏതാണ്? നമ്മുടെ ടിൻറ്റൺ അബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക്. പിന്നെ വില്യം വേർഡ്സ്വർത്തിൻ്റെ ഏതാണ് വന്നിരിക്കുന്നത്? യെസ്, ദ ഡെഫോഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് നമ്മുടെ എന്താ പറയേണ്ടത്, ഓഡ്. ഓക്കെ, ഇമ്മോർട്ടാലിറ്റി ഓഡ് നമ്മൾ സിംപ്ലി വിളിക്കപ്പെടുന്ന ഓഡാണ്. ഓഡ് ഓൺ ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ഫ്രം recollections of early childhood. Okay, so these are the 3 poems you have to study in this unit 1. Okay, so these are the poems written by William Wordsworth. Okay, so എന്താണ് ഈ യൂണിറ്റിൻ്റെ പേര് പറയുന്നത്? വില്യം വേർഡ്സ്വർത്ത് ഓഡ് ഓൺ ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ഫ്രം റീകളക്ഷൻസ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ്, ദെൻ ലൈൻസ് കമ്പോസ്ഡ് ഓഫ് എ ഫ്യൂ മൈൽസ് എബവ് ടിൻറ്റൺ അബേ. ഓക്കെ, ഇതാണ് ഈ യൂണിറ്റിൻ്റെ പേര് വരുന്നത് കേട്ടോ. ഓക്കെ, സോ ഹിയർ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഈ യൂണിറ്റിൻ്റെ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് റൊമാൻറ്റിക് പോയട്രി. നമ്മൾ റൊമാൻറ്റിക് ലിറ്ററേച്ചർ ആണല്ലോ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റൊമാൻറ്റിക് പോയട്രിയുടെ ഒരു ചെറിയ ഒരു പോർഷൻ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഫോർ റീകളക്റ്റിംഗ്. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വില്യം വേർഡ്സ്വർത്തിൻ്റെ ഒരു ചെറിയ എന്താ പറയണ്ടേ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് നമ്മുടെ ടിൻറ്റൺ അബേൻ്റെ സ്റ്റാൻസ വൈസ് എക്സ്പ്ലനേഷനും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും അതിൻ്റെ ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോയി നോക്കാം. സോ എന്താ പറയണ്ടേ? ഓക്കെ, ടിൻറ്റൺ അബേയുടെ മുന്നേ ആയിട്ട് ഞാൻ റൊമാൻറ്റിസിസം അല്ലെങ്കിൽ റൊമാൻറ്റിക് ഏജിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു ടെക്സ്റ്റിൽ കൊടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കണം. ഓക്കെ, സോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും റൊമാൻറ്റിക് പോയട്രി അല്ലേ? റൊമാൻറ്റിക് പോയട്രീൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് മോസ്റ്റ്ലി ഞാൻ അല്ലെങ്കിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് റൊമാൻറ്റിസിസം, അല്ലെങ്കിൽ എന്താണ് റൊമാൻറ്റിക് മൂവ്മെൻറ്റ്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസിലി എന്താ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ 5 മാർക്സിനൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ തുടങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ എത്ര മാർക്സിന് വേണമെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ ബിഗിനിങ് എന്ന പോലെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ആൻസറാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. സോ വാട്ട് ഈസ് റൊമാൻറ്റിസിസം എന്ന് ചോദിച്ചാൽ യു ക്യാൻ ക്ലിയർലി റൈറ്റ് ലൈക്ക് ദിസ്. റൊമാൻറ്റിസിസം ഇറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞിട്ട് എഴുതാം. റൊമാൻറ്റിസിസം വാസ് എ ലിറ്റററി മൂവ്മെൻറ്റ് ദാറ്റ് ബിഗാൻ ഇൻ ലേറ്റ് 18th century അല്ലേ? ലേറ്റ് 18th centuryയിൽ തുടങ്ങിയിട്ടുള്ള ഒരു ലിറ്റററി മൂവ്മെൻ്റ് ആണ് എന്ത് റൊമാൻറ്റിസിസം എന്ന് പറയാം. ആൻഡ് എവിടെയാണത് ബിഗിൻ ചെയ്തത്? ഇംഗ്ലണ്ടിൽ അല്ലേ? ആസ് എ കുറച്ചൊക്കെ റിയാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ കുറേ അവിടെ നിലനിന്നിരുന്ന സൊസൈറ്റിയിലെ പല കാര്യങ്ങൾക്കും എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു മൂവ്മെൻറ്റും കൂടിയാണ്. അപ്പോൾ എന്തിനൊക്കെയായിരുന്നു അത് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്? മെയിനായിട്ട് എന്താണ്? നിയോ ക്ലാസിക്കൽ, തൊട്ട് മുന്നേ ഉള്ള ഏജ് ആയിട്ടുള്ള നിയോ ക്ലാസിസം അല്ലേ? നിയോ ക്ലാസിസത്തിനും ഇൻഡസ്ട്രിയലൈസേഷനും അതുപോലെ തന്നെ എക്സസീവ് റാഷണലിസത്തിനും. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ദ ആൻസർ ലൈക്ക് ദിസ്. It was അല്ലെങ്കിൽ Romanticism was a literary movement that began in late 18th century England as a reaction against neoclassicism, individualization and excessive rationalism. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് റൊമാൻറ്റിക് പോയറ്റ്സ് ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ദേ ബിലീവ്ഡ് ദാറ്റ് ഇമോഷൻസ് ആണ് അല്ലേ നമ്മുടെ തിങ്കിങ്ങിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലക്ച്വൽ, നമ്മുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ നമ്മുടെ റീസണിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ളത് എന്തിനാണ്? നമ്മുടെ ഇമോഷൻസിനാണ് അല്ലേ? സോ ഇമോഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ റീസൺ. ദെൻ നേച്ചർ എന്നുള്ളതാണ് അവിടെ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത്. നേച്ചറിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ വില്യം വേർഡ്സ്വർത്തിൻ്റെ ഈ ഒരു പോംസ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദ മോസ്റ്റ് റിപ്പീറ്റഡ് തീം ഓഫ് ഓൾ ദ പോം എന്താണ്? ഓൾ ദ പോംസ് ഇസ്
ദ നേച്ചർ. ഓക്കെ, സോ നേച്ചർ ഈസ് എ ലിവിങ് ഫോഴ്സ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ലിവിങ് തിങ് ആയിട്ടാണ് നേച്ചറിനെ കണ്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്ത് പറയാം, ഇമാജിനേഷൻ അല്ലേ, ഇമാജിനേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. സോ ഇമാജിനേഷൻ ഈസ് പവർഫുൾ, ചൈൽഡ്ഹുഡ് ഈസ് സീക്രഡ് ആൻഡ് പ്യുവർ ആൻഡ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ് മാറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഓരോ, ഇപ്പോൾ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് റൊമാൻസിസത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓരോ പാരഗ്രാഫിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം. ഏതൊക്കെ പോയിൻറ്റ്സ് ആണ്? ഇമോഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ റീസൺ, then nature is a living force, then imagination is powerful, childhood is sacred and pure, then individual experience matters എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള റൊമാൻറ്റിക് പോയട്രീൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ലവ് ഓഫ് നേച്ചർ, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ലവ് ഓഫ് നേച്ചർ, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഇമോഷൻ, സബ്ജക്റ്റിവിറ്റി. ഈ ലവ് ഓഫ് നേച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? നേച്ചർ ഇസ് നോട്ട് മിയർലി, അല്ലെങ്കിൽ നോട്ട് മിയർലി സിൻസിയറി അല്ലേ, ഒരു സിൻസിയർ ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ സിൻസിയർ അല്ല, സീനറി. ഓക്കെ, സോ ഒരു നമുക്ക് എന്താ ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു സീനറി മാത്രമല്ല നേച്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ് ബിക്കംസ് അല്ലേ, നേച്ചർ എന്തൊക്കെ ആവാം? നേച്ചർ ബിക്കംസ് എ ടീച്ചർ, എ ഗൈഡ് അല്ലേ, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ടീച്ചർ ആവാം, ഒരു ഗൈഡ് ആവാം, ഹീലർ ആവാം അല്ലേ, നമ്മുടെ പല വേദനകളിൽ നിന്നും നമ്മളെ കരകയറ്റുന്ന ഒരു ഹീലിംഗ് പവർ ആവാം, ദെൻ സ്പിരിച്വൽ ഫോഴ്സ് ആവാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ലവ് ഓഫ് നേച്ചറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസിന് അല്ലേ, ഇമോഷന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അതെന്ത് പറയാം നമുക്ക്? നമ്മുടെ ഫീലിങ്സ്, ഇമാജിനേഷൻ ആൻഡ് ഇൻറ്റ്യൂഷൻ അല്ലേ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഫീലിങ്സ്, അതിനെയൊക്കെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, നമ്മൾ ഇമോഷണലി അല്ലേ എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ സബ്ജക്റ്റിവിറ്റി, എന്താ സബ്ജക്റ്റിവിറ്റി പറഞ്ഞാൽ? അവർ ഓൺ എക്സ്പീരിയൻസ് അല്ലേ, അതായത് പോയട്രി ബിക്കെയിം പേഴ്സണൽ അല്ലേ, കുറച്ചും കൂടി പേഴ്സണലാണ് പോയട്രി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പോയറ്റ്സ് എന്ത് ചെയ്യാണ്, അവർ എക്സ്പ്രസ് ചെയ്യുന്നത് അവരുടേതായ എക്സ്പീരിയൻസ് ആണ്, അവരുടേതായ ഇമോഷൻസ് ആണ് അല്ലേ, ദെയർ ഓൺ എക്സ്പീരിയൻസസ്, മെമ്മറീസ് ആൻഡ് ഇമോഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഒന്നും കൂടി ഉണ്ട്, സെലിബ്രേഷൻ ഓഫ് ചൈൽഡ്ഹുഡ് കേട്ടോ, സെലിബ്രേഷൻ ഓഫ് ചൈൽഡ്ഹുഡ്. ദെൻ പിന്നെന്താ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സിംപ്ലിസിറ്റി, ലാംഗ്വേജിൻ്റെ സിംപ്ലിസിറ്റി, ലാംഗ്വേജ് സിമ്പിൾ അല്ലെങ്കിൽ സിംപ്ലിസിറ്റി ഓഫ് ലാംഗ്വേജ് എന്ന് പറയാം. ഓർഡിനറി ലാംഗ്വേജ് ആണ്, കോമൺ സ്പീച്ച് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ റൊമാൻറ്റിക് റൈറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് റൊമാൻറ്റിസിസം അല്ലെങ്കിൽ റൊമാൻറ്റിക് മൂവ്മെൻറ്റിനെ ഒരു ഇലാബറേറ്റഡ് വേർഷൻ ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, വില്യം വേർഡ്സ്വർത്ത്, നമ്മുടെ യൂണിറ്റ് ആയിട്ടുള്ള വില്യം വേർഡ്സ്വർത്തിലേക്ക് വരാം. വില്യം വേർഡ്സ്വർത്ത്, വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് വില്യം വേർഡ്സ്വർത്ത് അല്ലേ. വില്യം വേർഡ്സ്വർത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മൾ കഴിഞ്ഞതിൻ്റെയൊക്കെ യൂണിറ്റിൽ ചെയ്തതാണ്. എന്നിരുന്നാലും ഒന്നും കൂടി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. വില്യം വേർഡ്സ്വർത്ത് വാസ് ബോൺ ഇൻ എന്നാണ് 1770, 1770 ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്താണ്, ഒരു മേജർ റൊമാൻറ്റിക് പോയറ്റാണ്. ദെൻ ഹി ഈസ് നോൺ ആസ് ദ അല്ലെങ്കിൽ പോയറ്റ് ഓഫ് നേച്ചർ. ഓക്കെ, നേച്ചറിൻ്റെ പോയറ്റ് എന്നാണ് ആരെ അറിയപ്പെടുന്നത്? വില്യം വേർഡ്സ്വർത്തിനെ അറിയപ്പെടുന്നത് അല്ലേ, പോയറ്റ്സ് ഓഫ് നേച്ചർ, പോയറ്റ് ഓഫ് നേച്ചർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അല്ലേ, പോയറ്റ് ഓഫ് നേച്ചർ. പിന്നെന്താണ്, അദ്ദേഹം ഒരു കോ ഓതറാണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു വില്യം വേർഡ്സ്വർത്തിൻ്റെയും കോളറിഡ്ജിൻ്റെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു വർക്ക് നമ്മൾ പഠിച്ചു. ഈ എന്താ പറയേണ്ടത്, നമ്മുടെ റൊമാൻറ്റിക് ലിറ്ററേച്ചറിൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് എന്താണ്? ലിറിക്കൽ ബാലഡ്. സോ ഹീ ഈസ് വൺ ഓഫ് ദ ഓതേഴ്സ്, അല്ലെങ്കിൽ ഹീ ഈസ് എ കോ ഓതർ ഓഫ് ലിറിക്കൽ ബാലഡ് വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1798. ദെൻ ഹി ബിലീവ്ഡ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്, എന്താണ് ആ ഒരു കോട്ട്, അല്ലെങ്കിൽ ഹി ബിലീവ്ഡ് ദാറ്റ് പോയട്രി ഈസ് ദി ഓവർഫ്ലോ ഓഫ് സ്പോണ്ടേനിയസ് ഇമോഷൻസ്. ഓക്കെ, അല്ലെങ്കിൽ ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ്, അല്ലെങ്കിൽ ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്, ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് അല്ലേ, നമ്മുടെ എന്താണ് പവർഫുൾ ഫീലിങ്സിൻ്റെ ഒരു കുത്തൊഴുക്കാണെങ്കിൽ പെട്ടെന്നുള്ള ഒരു എന്താണ് കുത്തൊഴുക്കാണ്, അല്ലെങ്കിൽ ഓവർഫ്ലോ ആണ് എന്തെന്ന് പറയുന്നത് പോയട്രി. സോ പോയട്രിൻ്റെ ഒരു ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു വേർഡ്സ്വർത്ത് നിങ്ങൾ എപ്പോഴും റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ എഴുതേണ്ട ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അദ്ദേഹം നേച്ചറിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ്.
ഓക്കെ, ബാക്കി എല്ലാ റൊമാൻറ്റിക് പോയിറ്റ്സും നേച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് നേച്ചറിനെ എന്താ പറയണ്ടത്, എക്സാജറേറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നേച്ചറിലേക്ക് ഇറങ്ങി ചെന്നിട്ട് കവിത എഴുതുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് വേർഡ്സ്വർത്തിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഹിയർ ഇൻ ദിസ് പോയം ദ ടിൻറ്റൺ അബേ, ഇതിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? വേർഡ്സ്വർത്തിൻ്റെ നേച്ചറോടുള്ള ഒരു കടപ്പാട്, നേച്ചറിനോടുള്ള ഒരു ഇഷ്ടം, ലവ്, ഒരു കമ്പാഷൻ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ വേർഡ്സ്വർത്ത് നേച്ചറിനെ കണ്ടിരുന്നത് ആസ് എ മോറൽ ടീച്ചറാണ്. ഓക്കെ, മൊറാലിറ്റി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിട്ടാണ്, സ്പിരിച്വൽ ഗൈഡായിട്ടാണ്, ഒരു ഹീലിംഗ് ഫോഴ്സ് ആയിട്ടാണ്, ആൻഡ് ഓൾസോ എ സോഴ്സ് ഓഫ് ജോയ്, അല്ലേ? ജോയ്, നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു സോഴ്സ് ആയിട്ടും കൂടിയാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നേച്ചർ നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ സ്പിരിച്വാലിറ്റിയെയും ഇൻഫ്ലുവൻസ് ചെയ്യും എന്നും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ വേർഡ്സ്വർത്ത് ഓൾസോ ബിലീവ്ഡ് ദാറ്റ് പോയട്രി ഷുഡ് യൂസ് സിമ്പിൾ ലാംഗ്വേജ്, അല്ലേ? പോയട്രി എന്ന് പറയുന്നത് സിമ്പിൾ ലാംഗ്വേജിലാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓർഡിനറി ലൈഫ് ഇസ് പോയറ്റിക്, അല്ലേ? ഒരു ഓർഡിനറി ലൈഫ് എന്ന് പറയുന്നത് പോയറ്റിക് ആണ്. ദെൻ ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി ബിക്കെയിം പോയട്രി, അല്ലേ? അല്ലെങ്കിൽ ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി ബിക്കം പോയട്രി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടിൻറ്റൺ അബേയുടെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ടിൻറ്റൺ അബേ വാസ് പബ്ലിഷ്ഡ് ഇൻ 1798. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ലിറിക്കൽ ബാലഡ് 1798 പബ്ലിഷ് ചെയ്തിട്ടുള്ള ലിറിക്കൽ ബാലഡിലെ ഒരു ഭാഗമാണ് ഇത് നമ്മുടെ ടിൻറ്റൺ അബേ എന്നുള്ളത് കേട്ടോ. സോ ടിൻറ്റൺ അബേ എന്ന പോയത്തിൻ്റെ ഒരു ഫുൾ വേർഷൻ അല്ലെങ്കിൽ ഫുൾ ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? അവിടെ കൊടുത്തിട്ടുണ്ട്. Lines composed a few miles above Tintern Abbey on revisiting the banks of the Wye during a tour. Okay, so this is the full title of this poem. Okay, so നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലിറിക്കൽ ബാലഡിൽ ഇൻക്ലൂഡഡ് ആയിട്ട് 1798 പബ്ലിഷ് ചെയ്ത പോയമാണ് ഇത് ടിൻറ്റൺ അബേ. ആൻഡ് ഇത് ഈ ഒരു കവിത തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്നറിയോ? നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് ഈ ഒരു റിവർ ഇവിടെ എഴുതിയിട്ടുണ്ട്, റിവർ വൈ വാലി, അവിടുത്തെ സീൻസിന് അല്ലെങ്കിൽ അവിടുത്തെ ഓർമ്മകളെ റീകളക്ട് ചെയ്യുന്നത് ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു റിവറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പുഴയോരത്ത് റീവിസിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. 5 വർഷത്തിന് ശേഷം വീണ്ടും ഒന്ന് അദ്ദേഹം അവിടെ പോയി നോക്കുമ്പോൾ, അവിടെ അല്ലെങ്കിൽ ഒന്ന് റീവിസിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഓടിപ്പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പോയം മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഈ ഒരു പോയം നമുക്ക് വേണമെങ്കിൽ പറയാം 4 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, സ്റ്റാൻസ വൈസ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്നാലും നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ടിൻറ്റൺ അബേ എന്നുള്ളത് 4 പാർട്സ് ആയിട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, സോ പാർട്ട് 1 എന്ന് പറയുമ്പോൾ വേർഡ്സ്വർത്ത് റീവിസിറ്റ്സ് ദ പ്ലേസ് ആഫ്റ്റർ 5 years, അല്ലേ? ഒന്നാമത്തെ പാർട്ടിൽ പറയുന്നത് 5 വർഷത്തിന് ശേഷം അദ്ദേഹം ആ ഒരു പ്ലേസ് ഏതാണ്, റിവർ വൈവ് എന്നുള്ള ഒരു, അല്ലെങ്കിൽ ദ റിവർ വൈ വാലി, അല്ലേ? റിവർ വൈ വാലി 5 വർഷത്തിന് ശേഷം അദ്ദേഹം റീവിസിറ്റ് ചെയ്യുന്നത്. പാർട്ട് 2 എന്താണ്? ഹി റീകോൾസ് ഹൗ മെമ്മറീസ് ഓഫ് നേച്ചർ കംഫർട്ടഡ് ഹിം ഇൻ ഡിഫിക്കൾട്ട് ടൈംസ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ ഡിഫിക്കൾട്ടായിട്ടുള്ള ജീവിതത്തിൽ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൽ കുറേ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. കുറേ എന്താ പറയണ്ടേ, കുറേ പ്രശ്നങ്ങൾ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിലൊക്കെ അദ്ദേഹത്തിൻ്റെ എന്താ പറയണ്ടേ, അദ്ദേഹത്തിനെ കംഫേർട്ട് ചെയ്തെന്ന് പറയുന്നത് ആ ഒരു നേച്ചറാണ്. ഓക്കെ, സോ അത് അദ്ദേഹം റീകോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ റീകളക്ട് ചെയ്യുന്ന ആ ഒരു മെമ്മറീസ് ഇങ്ങനെ അല്ലെങ്കിൽ ഓർത്തെടുക്കുന്ന ഒരു കാര്യമാണ് പാർട്ട് 2 നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഹി റീകോൾസ് ഹൗ മെമ്മറീസ് ഓഫ് നേച്ചർ, അല്ലേ? ആ നേച്ചറിൻ്റെ മെമ്മറീസ് എങ്ങനെയാണ് അദ്ദേഹത്തെ കംഫേർട്ട് ചെയ്യുന്നത് ഇൻ ഹിസ് ഡിഫിക്കൾട്ട് ടൈംസ്. ഓക്കെ, അതാണ് പാർട്ട് 2. ഇനി പാർട്ട് 3 എന്ന് പറയുന്നത്, അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഹി എക്സ്പ്ലെയിൻസ് ഹൗ ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നേച്ചർ ഹാസ് ചേഞ്ച്ഡ് വിത്ത് മെച്ചൂരിറ്റി. കുറച്ചും കൂടി ഏജ് ആയി, അല്ലേ? ഏജ് ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ
അണ്ടർസ്റ്റാൻഡിങ്, ആ നേച്ചറിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് അദ്ദേഹം ഒന്നും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു മാറ്റം എങ്ങനെയാണ്, ആ മെച്യൂരിറ്റി ഏജ് കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ നേച്ചറിനെ മനസ്സിലാക്കുന്നതിലുള്ള ആ ഒരു മാറ്റം എത്രത്തോളം ഉണ്ട് എന്നാണ് പാർട്ട് 3 പറയുന്നത്. പാർട്ട് 4 ഹി അഡ്രസ്സസ് ഹസ് സിസ്റ്റർ ഡൊറോത്തി ആൻഡ് ഹോപ്സ് ഷീ ടു വിൽ റിസീവ് നേച്ചേഴ്സ് ബ്ലെസ്സിങ്. അദ്ദേഹത്തിൻ്റെ സിസ്റ്ററായിട്ടുള്ള ഡൊറോത്തീൻ്റെ ഒരു എന്താ പറയേണ്ടത് പോയിൻ്റ് ഔട്ടിങ് നമുക്കവിടെ കാണാൻ പറ്റും. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, നേച്ചറിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് അദ്ദേഹത്തിൻ്റെ അനിയത്തിക്ക് കൂടി കിട്ടണം എന്നുള്ള ഒരു കാര്യമാണ് പാർട്ട് 4 അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സ്റ്റാൻസ ഇല്ല, ഇത്ര സ്റ്റാൻസ വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാൻസാസിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. സോ ദ പോയം ബിഗിൻസ് വിത്ത് വേർഡ്സ്വർത്ത് റീവിസിറ്റിംഗ് ദ ബാങ്ക്സ് ഓഫ് ദ റിവർ വൈ ആഫ്റ്റർ 5 years, അല്ലേ, 5 വർഷത്തിന് ശേഷം റിവർ വൈവിൻ്റെ വാലി റീവിസിറ്റ് ചെയ്യുന്ന ഒരു സീനാണ് നമുക്ക് പോയം ബിഗിൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. The opening lines immediately establish a tone of calm reflection. അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് ലൈൻ നമുക്ക് വായിക്കുമ്പോൾ ഒരു കാം അല്ലെങ്കിൽ ഒരു ക്വയറ്റ് കാം ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷനാണ് അവിടെ കാണുന്നത്. The poet carefully observed the landscape around him. അവിടെ ആ ഒരു നേച്ചറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്തൊക്കെ അദ്ദേഹം അവിടെ കാണുന്നുണ്ട്, റിവർ, ക്ലിഫ്സ്, ട്രീ, ഓർച്ചർഡ്സ്, ഹെഡ് ഗ്രീവ്സ് അല്ലെങ്കിൽ ഹെജറോസ് ആൻഡ് കോട്ടേജസ്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം അവിടെ കാണുകയാണ്. ദെൻ ദ സീനറി അപ്പിയേഴ്സ് ബോത്ത് നേച്ചുറൽ ആൻഡ് റൂറൽ എന്ന് പറയുന്നത്. ആ സീനറി അദ്ദേഹത്തിൻ്റെ തോന്നുന്നത് കുറച്ചുകൂടി നേച്ചറാണ്, അതുപോലെ തന്നെ റൂറലായിട്ടാണ്. ഹ്യൂമൻ പ്രസൻസ് എക്സിസ്റ്റ്, അല്ലേ, അവിടെ എന്താണ് മനുഷ്യൻ്റെ പ്രസൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റർബ് നേച്ചർ. പക്ഷേ ഹ്യൂമൻ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവരെന്ത് ചെയ്യുന്നില്ല, നേച്ചറിനെ ഒരിക്കലും ശല്യപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇൻസ്റ്റഡ് ഹ്യൂമൻ ലൈഫ് ബ്ലെൻഡ്സ് ഹാർമോണിയസ്ലി വിത്ത് ദ എൻവയോൺമെൻറ്റ്. അവിടെ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യല്ല നേച്ചറിനെ, പക്ഷേ ഒരു ഹാർമോണിയസ് ലൈഫ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നേച്ചറുമായിട്ട് ഒത്തുപോകുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ദിസ് ഹാർമണി ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റൊമാൻറ്റിക് ഐഡിയ. അപ്പോൾ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദിസ് അല്ലെങ്കിൽ ദ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഓഫ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് റൊമാൻറ്റിക് പോയട്രി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു റൊമാൻറ്റിക് ഐഡിയയാണ് എന്താ, മാനും അല്ലെങ്കിൽ മനുഷ്യനും നേച്ചറും തമ്മിലുള്ള ഒരു ഭയങ്കര ഹാപ്പിനെസ് നിറഞ്ഞിട്ടുള്ള ഒരു കണക്ഷൻ, ഹാർമോണിയസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വേർഡ്സ്വർത്ത് ഡീറ്റെയിൽഡ് ഒബ്സർവേഷൻ റിഫ്ലെക്ട്സ് ദ റൊമാൻറ്റിക് ബിലീഫ് ദാറ്റ് നേച്ചർ പോസസ് സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ്, അല്ലേ. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ കെയർഫുൾ ആയിട്ടുള്ള ഒബ്സർവേഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നേച്ചർ എന്ന് പറയുന്നത് എന്താണ്, കുറേയും കൂടി സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് അവിടെ പോസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു റൊമാൻറ്റിക് ബിലീഫാണ്, റൊമാൻറ്റിക് ഏജിലെ ഒരു ബിലീഫാണ്, കുറച്ചും കൂടി ദൈവികമായിട്ടുള്ള ശക്തിയുള്ള ഒരു കാര്യമാണ് നേച്ചർ എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി. ഓക്കെ, സോ ദ ലാൻഡ്സ്കേപ്പ് ഇസ് നോട്ട് മിയർലി ഡെക്കറേറ്റീവ്. അവിടെ ഡെക്കറേറ്റീവായിട്ട് പറയല്ല ലാൻഡ്സ്കേപ്പിനെ ചെയ്തിട്ടുള്ളത്, പക്ഷേ ഇറ്റ് ഡീപ്ലി അഫക്ട്സ് ദ പോയറ്റ്സ് ഇന്നർ കോൺഷ്യസ്നെസ്, അല്ലേ. ആ ഒരു പോയറ്റിൻ്റെ ഇന്നർ കോൺഷ്യസ്നെസ്സിനെ, ഉള്ളിലുള്ള ആ ഒരു ബോധാവസ്ഥയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആ ലാൻഡ്സ്കേപ്പ് അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ സ്റ്റാൻസ 1 ഫസ്റ്റ് പാർട്ടിലെ ആ ഒരു കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പറയാം, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഐഡിയാസ് എന്തൊക്കെയാണ്, മെമ്മറി, അല്ലേ, അതായത് ദ പ്ലേസ് ഹാസ് റിമൈൻഡ് അലൈവ് ഇൻ ദ പോയറ്റ്സ് മെമ്മറി. ഇപ്പോഴും പോയറ്റിൻ്റെ ആ ഒരു മെമ്മറിയിൽ ആ റിവർ എന്ത് ചെയ്യുന്നുണ്ട്, റിമെയിൻ ചെയ്ത് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ പ്ലേസ് എന്ന് പറയുന്നത് ഇപ്പോഴും സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ഹിസ് മൈൻഡ്. ദെൻ ട്രാങ്ക്വിലിറ്റി, അതായത് നേച്ചർ ക്രിയേറ്റ്സ് മെൻ്റൽ പീസ്. നമുക്ക് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, ഒരു ഉന്മാദം തരുന്നത് നേച്ചറാണെന്നുള്ള ഒരു ബിലീഫാണ് ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ഹാർമണി, എന്താണ്, ഹ്യൂമൻ ലൈഫ് ആൻഡ് നേച്ചർ കോ എക്സിസ്റ്റ് പീസ്ഫുൾ, അല്ലേ, രണ്ടും ഒരു മ്യൂച്വൽ ആയിട്ടുള്ളൊരു റെസ്പെക്റ്റിലൂടെയാണ് അവിടെ നടക്കുന്നത്, അതായത് മാനിൻ്റെ ലിവിങ്ങും നേച്ചറും. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കൊട്ടേഷൻ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ലൈൻ ഉണ്ട് അവിടെ. 5 years have passed, 5 summers with the length of 5 long winters. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ എംഫസൈസ് ചെയ്യുന്നത് എന്താണ്,
പാസേജ് ഓഫ് ടൈം അല്ലെ, ടൈമിൻ്റെ ആ ഒരു പാസേജ്, ദെൻ ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഓഫ് റിട്ടേൺ, നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു തീവ്രത, ഇൻറ്റൻസിറ്റി ഒക്കെയാണ് ഈ ഒരു ലൈൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻസ 2 പോവാം. അതായത് ലൈൻസ് 23 to 48 എന്നുള്ളത്. അവിടെ മെയിൻ ഫോക്കസ് കൊടുത്തിട്ടുള്ളത് പവർ ഓഫ് മെമ്മറിക്കും അതുപോലെ ഹീലിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് നേച്ചറിൻ്റെ ആ ഒരു ഹീലിംഗ് ഇൻഫ്ലുവൻസിനും കൂടിയാണ്. സോ വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്, ഈവൻ വെൻ ഹി വാസ് എവേ ഫ്രം നേച്ചറിൽ നിന്നും വിട്ടു നിൽക്കുമ്പോൾ മെമ്മറീസ് ഓഫ് ദിസ് ലാൻഡ്സ്കേപ്പ് റിമൈൻഡ് ഇൻ ഹിസ് മൈൻഡ് അല്ലെ, ഇത്തരത്തിലുള്ള മെമ്മറീസ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള മെമ്മറീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹം കുറേ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട്, കുറേ ഡിഫിക്കൽട്ട് ടൈംസിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. ആ ടൈമിലെല്ലാം അദ്ദേഹത്തെ കംഫർട്ട് ചെയ്തത്, അദ്ദേഹത്തെ അല്ലെങ്കിൽ ഒരു സൊലീസ് അല്ലെങ്കിൽ ഒരു സാന്ത്വനം കണ്ടെത്തിയത് ഇത്തരത്തിലുള്ള നേച്ചറിൻ്റെ എന്താണ് ഒരു മെമ്മറീസാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നേച്ചറിനോടുള്ള ഒരു കടപ്പാടും ആ ഒരു സ്നേഹമൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ അദ്ദേഹത്തിൻ്റെ മെൻ്റൽ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു മെമ്മറീസ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോറൽ ഫീലിങ്സിനെയും ഒരു പീസിനെയൊക്കെ കൊണ്ടുവരാനും ഈ ഒരു മെമ്മറി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ നേച്ചർ എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന് എങ്ങനെയായിരുന്നു, കുറച്ചും കൂടി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങി ചെന്നിട്ട് ഒരു സ്പിരിച്വൽ ആയിട്ടാണ് നേച്ചർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു സെക്ഷൻ അതായത് സ്റ്റാൻസ 2 എന്നുള്ളത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് അല്ലേ, കുറച്ചുകൂടി ഫിലോസഫിക്കലി ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. വേർഡ്സ്വർത്ത് എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ മെമ്മറി ഓഫ് നാച്ചുറൽ സീൻസ് കണ്ടിന്യൂ ടു നറിഷ് ഹിം ഈവൻ വൈൽ ഹി ലിവ്ഡ് ഇൻ സിറ്റീസ് ആൻഡ് ടൗൺസ്. ഇവർ മാറി താമസിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, നേച്ചറിൽ നിന്നും വിട്ട് താമസിക്കുമ്പോൾ, അതായത് സിറ്റീസിലും ടൗണിലൊക്കെ ഇദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിച്ച ടൈമിലും ആ ഒരു നാച്ചുറൽ സീൻസ് എങ്ങനെയാണ് അദ്ദേഹത്തെ ചിന്തിക്കാൻ വേണ്ടി നറിഷ് ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു അവിടെ ജീവിക്കാൻ വേണ്ടി അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത്. ദെൻ ഡ്യൂറിങ് മൊമെൻറ്റ്സ് ഓഫ് ലോൺലിനെസ് അദ്ദേഹം കുറേ തരത്തിലുള്ള ഒറ്റപ്പെടലുകൾ, അതുപോലെ സ്ട്രെസ്സ് അല്ലേ, വിയർനെസ്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള മെൻ്റൽ ട്രോമ, ആ ഒരു ടൈമിലൊക്കെ എങ്ങനെയാണ് ഈ ഒരു നേച്ചറിൻ്റെ റീകളക്ഷൻസ് അല്ലേ, ഈ നേച്ചറിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മെമ്മറീസ് എങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ഇമോഷണൽ റിലീഫ്, ആ ഒരു സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒരു റിലീഫ് എങ്ങനെയാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് ആ സ്റ്റാൻസിൽ കാണാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി സൈക്കോളജിക്കലി റെസ്റ്റോറേറ്റീവ് ആയിട്ട് വരികയാണ് നേച്ചർ. ദ പോയറ്റ് സജസ്റ്റ് ദാറ്റ് മെമ്മറി ഇറ്റ് സെൽഫ് ഹാസ് ഹീലിംഗ് പവർ. മെമ്മറിക്ക് കുറേയൊക്കെ ഹീലിംഗ് പവർ ഉണ്ട് എന്നാണ് അദ്ദേഹം അവിടെ കാണിക്കുന്നത്. ത്രൂ മെമ്മറി നേച്ചർ കണ്ടിന്യൂസ് ടു ഇൻഫ്ലുവൻസ് ദ ഹ്യൂമൻ മൈൻഡ് ഈവൻ ഇൻ ആബ്സെൻസ് അല്ലേ. അതായത് മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ പ്രസൻസ് അവിടെ ഇല്ല. അപ്പോൾ നേച്ചറിനെ കുറിച്ച് നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ നേച്ചറിൻ്റെ ആ ഒരു പീസ്ഫുൾനെസ് ഇപ്പോൾ നമുക്ക് ഫിസിക്കലി നമുക്ക് കിട്ടില്ല, പക്ഷേ ആ ഒരു മെമ്മറിക്ക് എന്തുണ്ട്, നേച്ചർ കണ്ടിന്യൂസ് ടു ഇൻഫ്ലുവൻസ് ഹ്യൂമൻ മൈൻഡ് ഈവൻ ഇൻ ആബ്സെൻസ് അല്ലേ. അവിടെ ആബ്സെൻസ് ആണെങ്കിലും നമ്മളെ അത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, so this idea reflects Wordsworth's belief that human beings can spiritually survive through remembered experience of beauty അല്ലേ. അതായത് എന്താണ്, ഹ്യൂമൻ ബീയിങ്സിന് സർവൈവ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഓർമ്മകൾ കൂടി സാധിക്കും എന്നാണ് അദ്ദേഹം അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് പറയുന്നത്. സോ ഈ ഒരു സ്റ്റാൻസയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ എന്തൊക്കെയാണ്, നേച്ചർ ആസ് ഹീലർ, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ ആൻഡ് സ്പിരിച്വൽ ഇൻഫ്ലുവൻസ് എന്നുള്ളത്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് ലൈനാണ് ഫെൽറ്റ് ഇൻ ദ ബ്ലഡ് ആൻഡ് ഫെൽറ്റ് അലോങ് ദ ഹാർട്ട് എന്നുള്ളത്. അവിടെ നേച്ചറിൻ്റെ നേച്ചർ എന്തിനൊക്കെ അഫക്റ്റ് ചെയ്യുന്ന കാണിക്കുന്നത്, ബോഡി, ഇമോഷൻസ് ആൻഡ് അവർ സോൾ. ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ സോൾ, നമ്മൾ ജീവിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ജന്മമെടുക്കുന്നതിന് മുന്നേ നമ്മുടെ സോൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ആത്മ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിലും നേച്ചറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ഇനിയുള്ളത് സ്റ്റാൻസ 3 ആണ്. ദാറ്റ് ഇസ് ലൈൻസ് 49 to 57. അതിലെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് കാഴ്ചപ്പാടിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അദ്ദേഹം കുറച്ചും കൂടി ചൈൽഡ്ഹുഡിൽ നിന്നും കുറച്ചുകൂടി മെച്യൂർഡ് ആവുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ പേഴ്സ്പെക്റ്റീവ്, നമ്മുടെ വ്യൂ ഓഫ് പോയിന്റ് എത്രത്തോളം ട്രാൻസ്ഫോം ചെയ്യും എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്, ഏർലിയർ ഹി ലവ്ഡ് നേച്ചർ ഫിസിക്കലി
ആൻഡ് പാഷനേറ്റ്ലി അല്ലേ, കുറച്ച് ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ടൈമിൽ, ഏർലിയർ ടൈമിൽ അദ്ദേഹം നേച്ചറിനെ ഭയങ്കരമായിട്ട് അല്ലേ ഫിസിക്കലിയും അതേപോലെ പാഷനേറ്റ്ലി ആയിട്ട് അദ്ദേഹം ലവ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി വയസ്സായപ്പോൾ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ നിന്നും ഒരു അഡൾട്ടിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു അഡോളസെൻ്റ് കഴിഞ്ഞ് അഡൾട്ടിലേക്ക് വന്നപ്പോൾ ഹി ലവ്സ് നേച്ചർ സ്പിരിച്വലി ആൻഡ് ഫിലോസഫിക്കലി അല്ലേ, കുറച്ചും കൂടി ഫിലോസഫിക്കലി കുറേ ഐഡിയോളജീസ് ഒക്കെ വെച്ചിട്ടും അതുപോലെ സ്പിരിച്വലി ഒക്കെയാണ് അദ്ദേഹം നേച്ചറിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അറിവ് വയ്ക്കും. കുട്ടിക്കാലത്തിൽ നിന്നും കുറച്ചും കൂടിയും വയസ്സാകും തോറും നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വർദ്ധിക്കും. അപ്പോൾ ഫിസിക്കലി ഉള്ളതിനേക്കാളും നമുക്ക് ഫിലോസഫിക്കലി ആവും, പിന്നെ കുറച്ചുകൂടി സ്പിരിച്വൽ ആവും നമ്മൾ അല്ലേ. അപ്പോൾ അതാണ് ആ ഒരു ട്രാൻസ്ഫർമേഷനാണ് അദ്ദേഹം അവിടെ പറയുന്നത്. സോ ഒരു യങ് ബോയ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നേച്ചർ എന്ന് പറയുന്നത് ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഒരു ക്യൂരിയോസിറ്റി നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു നേച്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഒരു അഡൾട്ടിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം കുറച്ചും കൂടിയും നേച്ചർ അദ്ദേഹത്തിന് വിസ്ഡം, കുറേ അറിവുകൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ കുറച്ചുകൂടി പീസ് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ദ ഏജസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഒരു ട്രാൻസിഷൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ദെൻ വേർഡ്സ്വർത്ത് റെക്കഗ്നൈസസ് ദാറ്റ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് നേച്ചർ ഹാസ് ഇവോൾവ്ഡ് ഓവർ ടൈം അല്ലേ. ടൈം കൂടുന്തോറും അല്ലെങ്കിൽ ടൈം ഇവോൾവ് ചെയ്യുന്തോറും അദ്ദേഹത്തിന് നേച്ചറോടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് ആയിരിക്കുമ്പോൾ ഹി റെസ്പോണ്ടഡ് ടു നേച്ചർ ഇൻസ്റ്റിങ്ക്റ്റീവ്ലി ആൻഡ് ഫിസിക്കലി അല്ലേ. അദ്ദേഹം യൂത്ത് ആയിരിക്കുമ്പോൾ നേച്ചറിനോട് അദ്ദേഹം എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇൻസ്റ്റിങ്ക്റ്റീവ്ലി അതായത് സഹജമായിട്ട് അദ്ദേഹം നേച്ചറോട് ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ചും കൂടി ഫിസിക്കലി അടുപ്പം കാണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഓരോ തരത്തിലുള്ള നേച്ചറിൽ കാണുന്ന എല്ലാത്തിനെയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓരോ മൂവ്മെൻ്റ് ആണെങ്കിലും സ്പീഡ് ആണെങ്കിലും അഡ്വെഞ്ചർ ആണെങ്കിലും സെൻസറി എക്സൈറ്റ്മെൻറ്റ് ആണെങ്കിലും എല്ലാം അദ്ദേഹം അല്ലെങ്കിൽ ഒരു ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഓഫ് നേച്ചർ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹവെവർ മെച്യൂരിറ്റി ഹാസ് ചേഞ്ച് ഹിസ് പെർസ്പെക്ഷൻ. പക്ഷേ കുറച്ചുകൂടി മെച്യൂർ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്യുന്നത് നേച്ചറിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഇൻ്റലക്ച്വൽ പരമായിട്ടാണ്, അതുപോലെ തന്നെ സ്പിരിച്വലി ആണ്. നേച്ചർ ഹാസ് ബിക്കം എ സോഴ്സ് ഓഫ് മെഡിറ്റേഷൻ ആൻഡ് ഫിലോസഫിക്കൽ ഇൻസൈറ്റ്. നമുക്ക് മൈൻഡ് ഒന്ന് കാമാക്കാൻ വേണ്ടി, ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഫിലോസഫിക്കലായിട്ട് നമുക്ക് കുറച്ച് ഇൻസൈറ്റ് അറിവുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നേച്ചർ നമ്മളെ സഹായിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് അദ്ദേഹം മെച്യൂർഡ് ആയപ്പോൾ വരുന്നത്. ഓക്കെ, സോ ദിസ് ചേഞ്ച് റെപ്രസെൻറ്റ്സ് ഗ്രോത്ത് ഫ്രം ഫിസിക്കൽ പ്ലഷർ ടു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഒരു ഫിസിക്കൽ പ്ലഷറിൽ നിന്നും ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കുള്ള ഒരു ട്രാൻസ്ഫർമേഷനാണ് നമുക്ക് ഈ ഒരു സ്റ്റാൻസ കാണിച്ചു തരുന്നത്. അതാണ് സ്റ്റാൻസ 3. ഇനി നമുക്ക് സ്റ്റാൻസ 4ലേക്ക് പോവാം. സ്റ്റാൻസ 4 എന്ന് പറയുന്നത് മെയിൻ ഫോക്കസ് സ്പിരിച്വൽ ഫിലോസഫി ഓഫ് നേച്ചർ. വീണ്ടും സ്പിരിച്വൽ ഫിലോസഫി ഓഫ് നേച്ചർ ആണ്. അതുപോലെ അതിലാണ് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിനോടുള്ള അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ ഒരു അഡ്രസ്സ് ഇവിടെ കാണുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അഡ്രസ്സ് ചെയ്യാണ് ഡൊറോത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിനെ. ദെൻ നേച്ചറും ഹ്യൂമൻ ലൈഫുമുള്ള ഒരു കണക്ഷനും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ വേർഡ്സ്വർത്ത് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിനോട് സംസാരിക്കുന്ന പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഷീ സ്റ്റിൽ പോസസ് യൂത്ത്ഫുൾ ജോയ് അല്ലേ, ഒരു യൂത്ത്ഫുള്ളിലെ ജോയിനെസ് അവൾ അതായത് അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ഇപ്പോഴും പോസസ് ചെയ്യുന്നുണ്ട്. ഹി സീസ് ഹിസ് യങ്ങർ സെൽഫ് ഇൻ ഹർ. അവളുടെ ജീവിതത്തിൽ അവളുടെ ആ ഒരു യൂത്തിൽ വേർഡ്സ്വർത്ത് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു യങ്ങർ സെൽഫിനെയാണ് അദ്ദേഹം കാണുന്നത്. അതുപോലെ അദ്ദേഹം ഹോപ്പ് ചെയ്യുന്നത്, അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് നേച്ചർ വിൽ പ്രൊട്ടക്റ്റ് ഹർ. നേച്ചർ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ നേച്ചർ അവളെ ഗൈഡ് ചെയ്യും. എങ്ങനെ? മോറലി ഗൈഡ് ചെയ്യും. നേച്ചർ വിൽ ഗൈഡ് ഹർ മോറലി. ദെൻ മെമ്മറി ഓഫ് നേച്ചർ വിൽ കംഫർട്ട് ഹർ ഇൻ ഫ്യൂച്ചർ സഫറിങ്. ഇപ്പോൾ ഇതുപോലെ അതായത് നമ്മുടെ വേർഡ്സ്വർത്ത് അനുഭവിച്ച പോലെ എങ്ങനെ കുറേ കാലത്തിന് ശേഷം നമുക്ക് കുറേ ഡിഫിക്കൽട്ടീസും സ്ട്രഗിൾസൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ടൈമിൽ നേച്ചർ അദ്ദേഹത്തെ എങ്ങനെയാണോ കാം ഡൗൺ ചെയ്തത്, അതുപോലെ തൻ്റെ സഹോദരിയെയും നേച്ചർ എന്ത് ചെയ്യും, കംഫേർട്ട് ചെയ്യും എന്നാണ് അല്ലേ, ഫ്യൂച്ചർ സഫറിങ്സിൽ കംഫേർട്ട് ചെയ്യും എന്നാണ് ഇദ്ദേഹം ഹോപ്പ് ചെയ്യുന്നത്.
സോ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഫൈനൽ സെക്ഷൻ എന്താണ്, കുറച്ചുകൂടി ഇമോഷണലാണ്, ഫിലോസഫിക്കലാണ്. വേർഡ്സ്വർത്ത് ഡെവലപ്സ് ഹിസ് മെച്യൂർ ഫിലോസഫി ഓഫ് നേച്ചർ. ഹി ബിലീവ്സ് നേച്ചർ possesses moral power, spiritual presence, then divine energy. സോ നേച്ചർ എഡ്യൂക്കേറ്റ്സ് ഹ്യൂമൻ ബീയിങ് സൈലൻ്റ്ലി. നേച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്, മോർ ഓവർ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മൾക്ക് അറിവ് തരുന്നുണ്ട്. അതെങ്ങനെയാണ്, സൈലൻ്റ് ആയിട്ടാണ് അല്ലേ, എല്ലാവരും അറിയുന്ന കണക്കേ അല്ല, നമുക്ക് നമ്മളറിയാതെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഷേപ്സ് ക്യാരക്ടർ ആൻഡ് ഗിവ്സ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. നമുക്ക് നമ്മുടേതായ ഒരു ക്യാരക്ടർ ബിൽഡിങ്ങിനും അതുപോലെ തന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റിക്കും നേച്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദ പോയിറ്റ് ദെൻ അഡ്രസ്സസ് ഡൊറോത്തി ലവിങ്ലി. അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിനെ ലവിങ് ആയിട്ട് അദ്ദേഹം അഡ്രസ്സ് ചെയ്യാണ്. ഷീ റെപ്രസെൻറ്റ്സ് യൂത്ത്ഫുൾ സെൻസിറ്റിവിറ്റി ടു നേച്ചർ അല്ലേ. ദെൻ വേർഡ്സ്വർത്ത് ഹോപ്സ് ദാറ്റ് വെൻ ഡൊറോത്തി എക്സ്പീരിയൻസസ് സോറോ ഓർ ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ഇൻ ലൈഫ്, മെമ്മറീസ് ഓഫ് നേച്ചർ വിൽ സപ്പോർട്ട് ആൻഡ് ഹീൽ ഹർ ജസ്റ്റ് ആസ് ദേ സപ്പോർട്ടഡ് ഹിം അല്ലേ. എങ്ങനെയാണോ നേച്ചർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സഫറിങ് ടൈമിൽ, അതേപോലെ തന്നെ ഇനി എപ്പോഴെങ്കിലും ഡൊറോത്തിക്കും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നേച്ചർ അവളെയും എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഈ ഒരു എന്താണ്, ഒരു എൻഡിങ് നമുക്ക് അവിടെ കാണാൻ പറ്റും. എൻഡിങ് എങ്ങനെയാണ്, കുറച്ചും കൂടി അല്ലേ, എൻഡിങ് ബിക്കംസ് ഡീപ്ലി ഇമോഷണൽ, പേഴ്സണൽ ആൻഡ് അഫെക്ഷനേറ്റ്. സോ നേച്ചർ ബിക്കംസ് എ പെർമനൻറ്റ് സ്പിരിച്വൽ കമ്പാനിയൻ. നേച്ചർ എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സ്പിരിച്വൽ കമ്പാനിയൻ ആണ് അവിടെ. സോ ഒരു ഇമ്പോർട്ടൻറ്റ് ഫിലോസഫിക്കൽ ഐഡിയ പറയുകയാണെങ്കിൽ വേർഡ്സ്വർത്ത് എന്ത് ചെയ്തിരിക്കുന്നു, ബിലീവ് ചെയ്തിട്ടുള്ളത് അമോഷൻ ആൻഡ് എ സ്പിരിറ്റ് അല്ലേ, വിത്തിൻ നേച്ചർ അല്ല കാണിക്കുന്നത്. ദെൻ ദിസ് മീൻസ് നേച്ചർ ഇസ് സ്പിരിച്വലി എലൈവ്, ഡിവൈൻ പ്രസൻസ് എക്സിസ്റ്റ് എവരിവെയർ അല്ലേ, എല്ലാ സ്ഥലത്തും ഡിവൈൻ എക്സ്പീരിയൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ടിൻജൻ അബേ എന്ന് പറയുന്ന പോയം. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻറ്റ് തീംസ് നിങ്ങൾക്ക് എന്തൊക്കെ പറയാം, മെയിനായിട്ട് നേച്ചറാണ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട്, ടിൻജൻ അബേ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ലിറിക്കൽ ബാലഡ് റിട്ടൺ ആഫ്റ്റർ വേർഡ്സ്വർത്ത് റിവിസിറ്റഡ് ദ റിവർ വൈ വാലി ആഫ്റ്റർ 5 years. ദെൻ ഇറ്റ് ഈസ് അബൌട്ട് മെമ്മറി, നേച്ചർ, സ്പിരിച്വൽ ഗ്രോത്ത്, പാസേജ് ഓഫ് ടൈം, ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. ഇവിടെ ഞാൻ ചുരുക്കി എഴുതിയതാണ്, നിങ്ങൾ ഒരിക്കൽ എക്സാമിന് ഇങ്ങനെ എഴുതരുത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. ദെൻ ഇറ്റ് ഷോസ് ഹൗ നേച്ചർ ഇൻഫ്ലുവൻസ്ഡ് ഹിം ഇൻ ചൈൽഡ്ഹുഡിലും അഡൽട്ട്ഹുഡിലും എങ്ങനെയാണ് നേച്ചർ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നും ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ഓൾ ഓർ അബൌട്ട് എന്താ നമ്മുടെ ടിൻജൻ അബേ എന്നുള്ള പോയം. ഓക്കെ, വെൽക്കം ബാക്ക്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ പോംസ് ദ ഡെഫോഡിൽസ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി ഓർഡർ, വിച്ച് ഈസ് ഓൾസോ റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത 2 പോയിംസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ദ ഡെഫോഡിൽസ്. ഓക്കെ, അപ്പോൾ എന്താണ് ദ ഡെഫോഡിൽസ് എന്ന് പറയുന്ന പോയം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ 1807 ആൻഡ് പബ്ലിഷ്ഡ് ഇൻ ഇറ്റ് ഈസ് റിട്ടൺ ഇൻ 1804 ആൻഡ് പബ്ലിഷ്ഡ് ഇൻ 1807. ഓക്കെ, അവിടെ ഞാൻ റിട്ടൺ ചെയ്തിരിക്കുന്നത് 1804-ലും പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1807-ലുമാണ് കേട്ടോ. സോ ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ആൻ ആക്ച്വൽ വർക്ക് വേർഡ്സ്വർത്ത് ടുക്ക് വിത്ത് ഹർ സിസ്റ്റർ ഡൊറോത്തി. അപ്പോൾ ഈ ഒരു പോയം എന്ന് പറയുന്നത് എഴുതാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്തത് ശരിക്കും ഒരു ആക്ച്വൽ കാര്യമാണ്. വേർഡ്സ്വർത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഈ ഒരു പോയം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററുമായിട്ട് ഒരു വാക്ക് ഉണ്ട്, ഒരു ജസ്റ്റ് ഒന്ന് റാൻഡംലി നടക്കുന്ന ഒരു ടൈമിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് ഈ ഒരു പോയം എഴുതാൻ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സോ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് നേച്ചർ പോയം ഇൻ ഇംഗ്ലീഷ് literature, one of the most famous nature poems in English literature എന്ന് നമുക്ക് പറയാം ഈ ഒരു പോയം. ഓക്കെ, സോ ഇതിൻ്റെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് ദിസ് പോയം describes the poet's encounter with a field of daffodils. ഓക്കെ, ഡഫോഡിൽസ്, ഒരു ഫീൽഡ് ഓഫ് ഡഫോഡിൽസ് അദ്ദേഹം കാണുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം എൻകൗണ്ടർ ചെയ്ത് എന്നുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷനൊക്കെയാണ് നമുക്ക് ഈ പോയത്തിൽ കാണാൻ പറ്റുന്നത്. സോ ഡഫോഡിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, ഒരു തരത്തിലുള്ള ഫ്ലവേഴ്സാണ്. അത് ഈ വെസ്റ്റേൺ ഏരിയാസിലാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത്, അതും പ്രത്യേകിച്ച് ഈ മഞ്ഞ് കാലഘട്ടത്തിൽ. ഓക്കെ, വിൻ്റർ സീസണിൽ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു നല്ല ഗോൾഡൻ അല്ലെങ്കിൽ യെല്ലോയിഷ് കളറുള്ള
ഫ്ലവേഴ്സിനെയാണ് നമ്മൾ ഡഫോഡിൽസ് എന്ന് പറയുന്നത്. അത് ഒറ്റയ്ക്കല്ല വിരിഞ്ഞ് നിൽക്കുക, കൂട്ടമായിട്ടാണ്, അതായത് ഒരു ബണ്ടിലൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു ഡഫോഡിൽസിനെ അദ്ദേഹം കാണാനിടയായ ഒരു സാഹചര്യവും അദ്ദേഹത്തിന് അപ്പോൾ കിട്ടിയിട്ടുള്ള കുറച്ച് എന്താ പറയണ്ടേ എൻജോയ്മെൻറ്റ്, ഹാപ്പിനെസ് ഒക്കെയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത് കേട്ടോ. സോ ദ ജോയ് ക്രിയേറ്റഡ് ബൈ നേച്ചർ, അതാണ് മെയിൻ ഒരു ഐഡിയ. അടുത്തൊരു ഐഡിയ, ദ ജോയ് ക്രിയേറ്റഡ് ബൈ നേച്ചർ ദെൻ ദ പവർ ഓഫ് മെമ്മറി എന്ന് പറയുന്നത്. സോ ദ പോയം ഷോസ് ഹൗ എ സിമ്പിൾ നേച്ചുറൽ സീൻ ക്യാൻ ഗിവ് പെർമനൻറ്റ് ഹാപ്പിനെസ്, അല്ലേ? ഒരു ചെറിയ തരത്തിലുള്ള ഒരു നേച്ചർ സീൻ എങ്ങനെയാണ് നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് തരുന്നത് എന്നാണ് പോയറ്റ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, സോ മെയിൻ തീംസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് തന്നെ ദ നേച്ചർ ആസ് എ സോഴ്സ് ഓഫ് ജോയ്, അതായത് നേച്ചർ ബ്രിങ്സ്, അല്ലേ? എന്തൊക്കെ തരും നമുക്ക് നേച്ചർ? ഹാപ്പിനെസ്, പീസ്, ഇമോഷണൽ കംഫർട്ട്. ദെൻ നെക്സ്റ്റ് മെയിൻ തീമാണ് മെമ്മറി ആൻഡ് റീകളക്ഷൻ. അതായത് ഇദ്ദേഹം ഇങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാ കവിതയിലും കാണുന്നത് മൊത്തം മെമ്മറീസാണ് കേട്ടോ. ഈ 3 കവിതയിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു റീകളക്ഷനാണ്, മെമ്മറീസാണ് പറയുന്നത്. ഓക്കെ, സോ ദ മെമ്മറി ഓഫ് ദ ഡഫോഡിൽസ് കണ്ടിന്യൂസ് ടു ഗിവ് ജോയ് ലേറ്റർ, അല്ലേ? ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലും അല്ലെങ്കിൽ എന്താണ് പിന്നീടുള്ള കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡഫോഡിൽസിൻ്റെ ഓർമ്മ അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നുണ്ട്? ജോയ്, ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട്. ദെൻ സോളിറ്റ്യൂഡ് ആൻഡ് imagination. Okay, so loneliness transforms into happiness through memory. അതായത് സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഏകാന്തത, അല്ലേ? ആ ഒരു ഏകാന്തത എങ്ങനെയാണ് ഹാപ്പിനെസ്സിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്? ഏതിലൂടെ? മെമ്മറീസിലൂടെ. അതായത് നമുക്ക് മെമ്മറി, അല്ലേ? നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടെ നേച്ചറിൻ്റെ ആ ബ്യൂട്ടിഫുൾ സീൻസിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുമ്പോൾ ആ ഒരു ഏകാന്തത അദ്ദേഹത്തെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് ഒന്നും കൂടി, അല്ലെങ്കിൽ എന്താണ് ഹാപ്പിനെസ്സിലേക്ക് എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഫോർത്ത് മെയിൻ തീമാണ് സ്പിരിച്വൽ കണക്ഷൻ വിത്ത് നേച്ചർ. നേച്ചറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിച്വൽ കണക്ഷൻ. അതുപോലെ നേച്ചർ അപ്ലിഫ്റ്റ് ദ ഹ്യൂമൻ സ്പിരിറ്റ്. നമ്മുടെ സ്പിരിറ്റിനെ അല്ലെങ്കിൽ ഹ്യൂമൻ സ്പിരിറ്റിനെ നേച്ചർ എങ്ങനെയാണ് അപ്ലിഫ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ ഒരു 3 തീംസിലൂടെ ഈ ഒരു കവിത നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാൻസ വൈസ് ആയിട്ട് പോയി നോക്കാം. ഒരു ചെറിയ സിമ്പിൾ പോയമാണ് കേട്ടോ ഡഫോഡിൽസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാം, അതിൽ ആകെ 4 സ്റ്റാൻസേ ഉള്ളൂ. സിമ്പിളായിട്ട് ഒരു നല്ല സിമ്പിൾ ലാംഗ്വേജിലും കൂടി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. ഓക്കെ, സോ ഈ ഒരു പോയം തുടങ്ങുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു ലോൺലിനെസ്, ഒരു ഒറ്റപ്പെട്ട ജീവിതം ജീവിച്ച് നടക്കുന്ന ഒരാൾ മുന്നിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് കുറച്ച് എന്താണ് ഒരു ഹാപ്പിനെസ് അദ്ദേഹത്തിന് മുന്നിലേക്ക് വരുന്ന ഒരു തീമാണ് ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് തുടങ്ങുന്നത് ഐ വാണ്ടേർഡ് ലോൺലി ആസ് എ ക്ലൗഡ് ദാറ്റ് ഫ്ലോട്ട്സ് ഓൺ എ ഹൈ ഓവർ വെയിൽസ് ആൻഡ് ഹിൽസ് വെൻ all at once I saw a crowd, a host of golden daffodils beside the lake, beneath the trees, fluttering and dancing in the breeze. So ഇതാണ് എന്ത് വരുന്നത്? ഫസ്റ്റ് സ്റ്റാൻസ് ആയിട്ട് വരുന്നത്. സോ ദ പോയം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഇമേജ് ഓഫ് ലോൺലിനെസ് ആണ്, അല്ലേ? ഒറ്റപ്പെട്ട ഒരു ചിത്രം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ വേർഡ്സ്വർത്ത് കമ്പയർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ ഒരു എന്താണ് ക്ലൗഡ് ഫ്ലോട്ടിങ് എയിംലെസ്ലി അക്രോസ് ദ സ്കൈ, അല്ലേ? ആകാശത്തിലൂടെ പോകുന്ന ഒരു കൂട്ടം ക്ലൗഡിൻ്റെ ആ ക്ലൗഡിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മേഘത്തെക്കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കമ്പയർ ചെയ്യുന്നത്. ദിസ് സിമിലി സജസ്റ്റ് ഐസൊലേഷൻ ആൻഡ് ഇമോഷണൽ എംപ്റ്റിനെസ്. അപ്പോൾ ഈ ഒരു സിമിലി അല്ലെങ്കിൽ ഈ ഒരു കമ്പയർ, അല്ലേ, ക്ലൗഡുമായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന ആ ഒരു സിമിലി നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഐസൊലേഷനും അതുപോലെ ഇമോഷണൽ എംപ്റ്റിനെസ്സിനെയാണ് കേട്ടോ. ദിസ് സിമിലി സജസ്റ്റ് നമ്മൾ പറഞ്ഞു ഐസൊലേഷൻ ആൻഡ് ഇമോഷണൽ എംപ്റ്റിനെസ്. ഹവെവർ ദ മൂഡ് ചേഞ്ചസ് സഡൻലി വെൻ ദ പോയിറ്റ് നോട്ടീസസ് എ ബ്യൂട്ടിഫുൾ ഫീൽഡ് ഓഫ് ഡാഫോഡിൽസ്. അപ്പോൾ ആ ഒരു ലോൺലിനെസ്സിൻ്റെ അത്രയും എന്താ പറയണ്ടേ ഭയങ്കരമായ സങ്കടവും സോറോഫുൾനെസ്, അതേപോലെ ആ ഒരു ലോൺലിനെസ്സിൻ്റെ ആ ഒരു എന്താ പറയുക ഡാർക്കൻഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ പെട്ടെന്ന് ചേഞ്ച് ആവുകയാണ്. എങ്ങനെ? അദ്ദേഹം മുന്നിലൂടെ പോകുമ്പോഴാണ് ആ ഒരു ഡാഫോഡിൽസിൻ്റെ ഫീൽഡ് കാണുന്നത്. പൂത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഭംഗിയുള്ള വിരിഞ്ഞു നിൽക്കുന്ന ആ പൂക്കൾ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂഡ് പെട്ടെന്ന് എന്താവുകയാണ്? ചേഞ്ച് ആവുകയാണ്. ഓക്കെ, സോ ദ ഡഫോഡിൽസ് ആർ നോട്ട് സ്റ്റേറ്റിക് ഫ്ലവേഴ്സ്. അതൊരു സ്റ്റേറ്റിക് ആയിട്ടുള്ള ഫ്ലവേഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ നിൽക്കുന്നതല്ല. ദേ അപ്പിയർ അലൈവ് ആൻഡ് ജോയ്ഫുൾ ആസ് ദേ ഡാൻസ് ഇൻ ദ ഫീൽഡ്, അല്ലേ? അല്ലെങ്കിൽ ഡാൻസ് ഇൻ ദ വിൻഡ്. അതിങ്ങനെ വെറുതെ അനങ്ങാതെ നിൽക്കുന്ന ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല പറയുന്നത്. അത്
അങ്ങനെയാണ് കാണപ്പെടുന്നത്, എലൈവ് ആൻഡ് ജോയ്ഫുൾ അല്ലേ, ഒരു ജീവനുള്ള വസ്തു പോലെ കാറ്റ് വീശുമ്പോൾ ഡാൻസ് ചെയ്യുന്ന ഒരു ജീവനുള്ള നമുക്ക് ജോയിനെസ് തരുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്ലവേഴ്സ് ആയിട്ടാണ് ആ ഒരു ഫീൽഡിനെ അദ്ദേഹം കാണുന്നത്. നേച്ചർ ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫോംസ് ദ പോയറ്റ്സ് ഇമോഷണൽ സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെയും ഏകാന്തത അനുഭവിച്ച് നിൽക്കുന്ന ആ ഒരു പോയറ്റിൻ്റെ മൈൻഡിനെ പെട്ടെന്ന് നേച്ചർ അവിടുന്ന് എലവേറ്റ് ചെയ്യുന്ന ഒരു സീനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ this sudden movement from loneliness to joy is one of the central experiences in romantic poetry. അപ്പോൾ ഈ ഒരു പെട്ടെന്നുള്ള അല്ലേ, അത് ആ ഒരു ലോൺലിനെസ്സിൽ നിന്നും ജോയിലേക്കുള്ള ആ ഒരു പെട്ടെന്നുള്ള ട്രാൻസ്ഫർമേഷൻ ആണ് ഈ ഒരു മെയിൻ തീമായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇതന്നെയാണ് റൊമാൻറ്റിക് പോയട്രിയുടെ ഒരു എന്താ പറയുക സെൻട്രൽ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സോ ദ ഫ്ലവർ ഇവിടെ ഈ ഒരു ഡഫോഡിൽസ് എന്ന് പറയുന്ന ഫ്ലവേഴ്സ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? വൈറ്റാലിറ്റി, ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അല്ലേ, ആ ഒരു എന്താ പറയേണ്ട നമുക്ക് തരുന്ന ആ ഒരു പവർ, നമുക്ക് തരുന്ന ആ സപ്പോർട്ട് അല്ലേ, വൈറ്റാലിറ്റി, ബ്യൂട്ടി ആൻഡ് സ്പിരിച്വൽ എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഇവിടെ സിമിലിയും അതേപോലെ തന്നെ പേഴ്സോണിഫിക്കേഷനൊക്കെ നമുക്ക് ലിറ്റററി ഡിവൈസുകളായിട്ട് കാണാൻ പറ്റും. അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ലോൺലി ആസ് എ ക്ലൗഡ് എന്ന് പറയുന്നത്. പിന്നെ അത് ഷോ ചെയ്യുന്നത് എന്തിനാണ്? ഐസൊലേഷനെയും ഡ്രിഫ്റ്റിംഗ് മൂവ്മെൻറ്റിനെയാണ്. പിന്നെ പേഴ്സോണിഫിക്കേഷൻ എങ്ങനെയാണ്? ദ ഡാഫോഡിൽസ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ഡാൻസിങ്, ഫ്ലട്ടറിങ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് കുറച്ചുകൂടി അവിടെ കാണിക്കുന്നത് ഹ്യൂമൻ നേച്ചറുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ ആണ് കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫസ്റ്റ് സ്റ്റാൻസ. ഇനി സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് നമുക്ക് പോവാം. ഇതിൽ അദ്ദേഹം പറയുന്നത് സെക്കൻഡ് സ്റ്റാൻസ് എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആസ് ദ സ്റ്റാർസ് that shine and twinkle on the Milky Way. They stretched in never-ending line along the margin of a bay. Ten saw I at a glance, tossing there in the sprightly dance എന്നാണ്. Okay, so Wordsworth compare the endless lines of daffodils to stars shining in the Milky Way. അപ്പോൾ ഇനി ഇദ്ദേഹം ഈ ഒരു ഫ്ലവേഴ്സിനെ കമ്പയർ ചെയ്യാണ്. അതായത് മിൽക്കി വേയിൽ നമുക്ക് പറയില്ല, ആകാശഗംഗ എന്ന് നമ്മൾ പറയില്ല, അതിൽ ഷൈൻ ചെയ്ത് നിൽക്കുന്ന എന്താണ് സ്റ്റാർസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാണ് ഇത്തരത്തിലുള്ള ഡഫോഡിൽസിന്. അതായത് എന്താണ്, ഒരു എൻഡ്ലെസ് ആയിട്ടുള്ളൊരു ലൈൻ അല്ലേ, നമുക്ക് എന്താ പറയുക അറ്റമില്ലാത്ത ഒരു ലൈൻ പോലെ വിരിഞ്ഞ് നിൽക്കുന്ന ഡഫോഡിൽസിനെയാണ് അവിടെ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നത് സ്റ്റാർസുമായിട്ട്. So this comparison elevates the flowers from ordinary natural objects to something cosmic and eternal അല്ലേ. ഈ ഒരു എന്താ പറയണ്ടേ, നമ്മൾ പ്രകൃതിയിൽ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു തിങ്ങിനെ അദ്ദേഹം ഈ സ്റ്റാർസൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു സംഭവം എന്താണ് കുറച്ചുകൂടി എലവേറ്റ് ആവണല്ലേ, ഭയങ്കര എറ്റേണലാണ്, കോസ്മിക്കൊക്കെ ആയിട്ട് നമുക്ക് എലവേറ്റ് ചെയ്തിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിനെയാണ് പോയറ്റ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ട്രൈ ടു എലവേറ്റ് ദ സിമ്പിൾ കോമൺ നേച്ചുറൽ എലമെൻറ്റ് ടു an extraordinary thing. Okay, so the flowers seems infinite. ഈ ഒരു ഫ്ലവേഴ്സ് കാണപ്പെടുന്നത് ഇൻഫിനിറ്റ് ആയിട്ടാണ്, എവിടെയും നിൽക്കാതെ ഒരു സ്റ്റോപ്പ് ഇല്ലാതെ ഇൻഫിനിറ്റ് ആയിട്ടാണ് ആ ഫ്ലവേഴ്സ് കാണപ്പെടുന്നത്. Their continuous movement creates energy and joy അല്ലേ. അവരുടെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പോയറ്റിൻ്റെ മനസ്സിൽ എന്ത് ചെയ്യാണ്, എനർജിയും ജോയ് ഹാപ്പിനെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാണ്. ദ പോയറ്റ് ഈസ് ഓവർവെൽംഡ് ബൈ ദ ബ്യൂട്ടി ആൻഡ് അബൻഡൻസ് ഓഫ് നേച്ചർ. നേച്ചറിൻ്റെ ആ ഒരു അബൻഡൻസ് ഓഫ് ബ്യൂട്ടിയും അതുപോലെ തന്നെ അതിലൊക്കെ ഭയങ്കരമായിട്ട് ഓവർവെൽം ചെയ്യുകയാണ് നമ്മുടെ പോയറ്റ് ചെയ്യുന്നത്. സോ ദ അവിടെ ഒരു ഹൈപ്പർബോളെ കാണുന്നുണ്ട്. അതായത് നമ്മൾ ഹൈപ്പർബോളെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതന്നെ. ദ 10,000 സോ ഐ അറ്റ് എ ഗ്ലാൻസ്, അതായത് ഇറ്റ് എംഫസൈസസ് ദ റിച്ച്നെസ് ഓഫ് സീൻ. ആ സീനിൻ്റെ റിച്ച്നെസ്സാണ് കാണിക്കുന്നത്. 10,000 സോ ഐ അറ്റ് എ ഗ്ലാൻസ്, ഞാൻ ഒറ്റ നോട്ടത്തിൽ 10,000 കാര്യങ്ങൾ കണ്ടു, പൂക്കളെ കണ്ടു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, ആ ഒരു റിച്ച്നെസ്സാണ് കാണിക്കുന്നത് ആ സീനിൻ്റെ അല്ലേ. അതായത് നേച്ചർ അവിടെ എന്ന് പറഞ്ഞൊരു ഗ്രാൻഡായിട്ട്, അല്ലെങ്കിൽ ലിമിറ്റ്ലെസ് ആയിട്ട്, ഒരു ലിമിറ്റില്ലാതെ ലിമിറ്റ്ലെസ് ആയിട്ട്, അല്ലെങ്കിൽ സ്പിരിച്വലി പവർഫുള്ളി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ഇവിടുത്തെ ലിറ്റററി ഡിവൈസ് എന്ന് പറയുന്നത് ഹൈപ്പർബോളയാണ്. 10,000 എന്ന് പറയുന്നത് അതെന്താണ്, ആ ഒരു അബൻഡൻസ്, ആ ധാരാളമായിട്ടുള്ള ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കോസ്മിക് ഇമേജറി എന്ന് പറയുന്നത് എന്താണ്, കമ്പാരിസൺ വിത്ത് സ്റ്റാർസ് ക്രിയേറ്റ്സ് എ സ്പിരിച്വൽ ഗ്രാൻഡോ അല്ലേ. നമുക്ക് കുറച്ചുകൂടി ദൈവികം അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗ്രാൻഡോ തരുന്നതാണ് ആ സ്റ്റാർസ് വെച്ചിട്ടുള്ള കമ്പാരിസൺ. ദാറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റാൻസ 2. ഇനി സ്റ്റാൻസ 3ലേക്ക് പോയി നോക്കാം. The waves beside them danced, but they outdid the sparkling waves in glee. A poet could not but be gay
In such a jocund company, I gazed and gazed, but little thought what wealth the show to me had brought. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാൻസ 3 പറയുന്നത് എന്താണ്? ഒരു പോയറ്റ് നോട്ടീസ് ചെയ്യാണ് ദാറ്റ് ഈവൻ ദ വേവ്സ് ഓഫ് ദ ലേക്ക് സീംസ് ജോയ്ഫുള്ളി. ആ അവിടെ എടുത്തു കാണുന്ന ആ ഫീൽഡ് ഓഫ് ഡഫോഡിൽസിൻ്റെ എടുത്ത് കാണുന്ന ആ ഒരു ലേക്കിന് പോലും എന്താണ് ആ ഒരു വേവ്, അല്ലേ, ലേക്കിൽ കാണുന്ന ആ ഒരു വേവ്, ആ ഒരു തിരകളെ അദ്ദേഹം നോട്ട് ചെയ്യാണ്. യെറ്റ് ദ ഡഫോഡിൽസ് സർപാസസ് ദ വേവ്സ് ഇൻ ലിവ്നെസ് ആൻഡ് ഹാപ്പിനെസ്, അല്ലേ, അതിൻ്റെ ഇടയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഡഫോഡിൽസിൻ്റെ താഴേക്കൂടെ അല്ലെങ്കിൽ എടുത്തുകൂടെ പോകുന്ന ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു ലേക്കിൻ്റെ ആ വേവ്സിന് പോലും ഹാപ്പിനെസ്സും ഒരു ലിവ്ലിനെസ്സും കൊടുക്കുന്നത് ആരാണ്? ഈ ഡഫോഡിൽസ് ആണെന്നാണ് പറയുന്നത്. നേച്ചർ ബിക്കംസ് ആനിമേറ്റഡ് ആൻഡ് വൈബ്രൻറ്റ്. ഇവിടെ അപ്പോഴത്തേക്കും നേച്ചറിനെ കുറച്ചുകൂടി ആനിമേറ്റഡും വൈബ്രൻറ്റുമായിട്ടാണ് അദ്ദേഹം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ദെൻ ദ പോയിറ്റ് എക്സ്പീരിയൻസസ് ഡീപ്പ് ഡിലൈറ്റ് അൺകോൺഷ്യസ്ലി, അല്ലേ, ഒരു അബോധ മനസ്സിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു ഡീപ്പായിട്ടുള്ളൊരു സന്തോഷം അദ്ദേഹം അവിടെ എക്സ്പീരിയൻസ് ചെയ്യാണ്. ഹി ലേറ്റർ റിയലൈസസ് ദാറ്റ് ദസ് എക്സ്പീരിയൻസസ് ഹാസ് പെർമനൻ്റ്ലി എൻറിച്ച്ഡ് ഇൻ ഹിസ് മൈൻഡ്, അല്ലേ, പിന്നീട് അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അടിയുറച്ച് പോയിട്ടുണ്ട്, എൻറിച്ച്ഡ് ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സോ ദിസ് സ്റ്റാൻസ ഹൈലൈറ്റ്സ് എന്താണ്? ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് നേച്ചർ, അല്ലെ, നേച്ചറുമായിട്ടുള്ള ഒരു ഇമോഷണൽ കമ്മ്യൂണിക്കേഷനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്പോണ്ടേനിയസ് ജോയ്, ദെൻ സബ് കോൺഷ്യസ് ഇമ്പാക്റ്റ് ഓഫ് ബ്യൂട്ടി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലൈനിലൂടെ പറയുന്നത്. Now the next stanza, that is the 4th stanza. For oft when on my couch I lie in vacant or in pensive mood, they flash upon that inward eye which is the bliss of solitude, and then my heat with pleasures fills and dances with the daffodils. എന്താ ഇവിടെ പറയുന്നത്? അതായത് ഇവിടെ പറയുന്നത് സ്റ്റാൻസ ഇസ് ദ ഫിലോസഫിക്കൽ കോർ ഓഫ് ദ പോയം. ഈ ഒരു പോയത്തിലെ ഫിലോസഫിക്കൽ കോർ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാൻസാണ്. കുറച്ചുകൂടി ഫിലോസഫിക്കൽ ആയിട്ടുള്ള വേവ് ലെങ്ത്തിലാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇൻ ദിസ് സ്റ്റാൻസ വേർഡ്സ്വർത്ത് എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ ട്രൂ വാല്യൂ ഓഫ് ദ എക്സ്പീരിയൻസ് അപ്പിയേഴ്സ് ലേറ്റർ ത്രൂ മെമ്മറി, അല്ലേ, നമുക്ക് ആ ഒരു മെമ്മറിയിലൂടെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ പിന്നീട് കാണാൻ പറ്റുന്നത്. ദ ഡഫോഡിൽസ് കണ്ടിന്യൂ ടു ലിവ് വിത്തിൻ ഹസ് ഇൻവേഡ് ആയി, അല്ലേ, അതായത് ഇത്തരത്തിലുള്ള ഈ ഡഫോഡിൽസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പൂക്കളുടെ ഇമേജറി അല്ലെങ്കിൽ ആ പൂക്കളുടെ എന്താ പറയണ്ടേ ആ ഒരു മെമ്മറി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഇൻവേഡ് ഐ ആയിട്ടാണ്, അതായത് മനസ്സിൻ്റെ കണ്ണിൽ എന്നാണ് കാണിക്കുന്നത്. അതൊരു എന്താ പറയേണ്ട ഒരു ഇമേജറിയാണ് കേട്ടോ, വിച്ച് റെപ്രസെൻറ്റ്സ് ഇമാജിനേഷൻ ആൻഡ് മെമ്മറി. ഇമാജിനേഷനെയും മെമ്മറിയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വെനെവർ ദ പോയിറ്റ് ഫീൽസ് എംപ്റ്റി ഓർ ലോൺലി, ദ റീകളക്ഷൻ ഓഫ് ദ ഫ്ലവേഴ്സ് റിവൈവ്സ് ഹിസ് സ്പിരിറ്റ്, അല്ലേ, എപ്പോഴാണോ ഈ പോയറ്റിന് എന്താ പറയേണ്ടത് ഔട്ട് ഓഫ് മൂഡായിട്ട്, ഒരു മൂഡില്ലാതിരിക്കുന്ന അല്ലെങ്കിൽ എംപ്റ്റി ആയിട്ട് തോന്നുന്നത്, ലോൺലി ആയിട്ട് തോന്നുന്നത്, അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആ ഡഫോഡിൽസിൻ്റെ മെമ്മറിയാണ്. ആ ടൈമിൽ അദ്ദേഹത്തിന് എന്താണ്, ഹി വിൽ ഗെറ്റ് എൻജോയ്മെൻറ്റ്, അല്ലേ, അദ്ദേഹത്തിന് ഒരു എലവേഷൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ റിവൈസ് സ്പിരിറ്റിനെ റിവൈവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദസ് നേച്ചർ ബിക്കംസ് എ പെർമനൻറ്റ് സോഴ്സ് ഓഫ് ഇമോഷണൽ ഹീലിംഗ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും നേച്ചർ എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ഹീലറായിട്ട്, ഇമോഷണൽ ഹീലിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത്. സോ ദിസ് റിഫ്ലെക്ട്സ് വേർഡ്സ്വർത്ത് പോയറ്റിക് തിയറി. അദ്ദേഹത്തിൻ്റെ ഒരു വേർഡ്സ്വർത്തിൻ്റെതായ ഒരു പോയറ്റിക് തിയറിയാണ് ഇവിടെ ഈ ഒരു ലൈൻ റിഫ്ലക്ട് ചെയ്യുന്നത്. എന്ത്? പോയട്രി അറൈസസ് ഫ്രം ഇമോഷൻ റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി, അല്ലേ, അതാണ് ഈ ഒരു ലൈനിന് പോയട്രിയുടെ ഒരു എക്സാം അല്ലെങ്കിൽ ഒരു ഡെഫിനിഷനാണ്, അല്ലേ, പോയട്രി ഇസ് ദ ഓവർഫ്ലോ ഓഫ് സ്പോണ്ടേനിയസ് ഫീലിങ്സ് എന്ന് പറയില്ല, അതിൻ്റെ ബാക്കിയുള്ളതാണ് ഇമോഷൻ റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്നുള്ളത്. സോ നമ്മുടെ ഇമോഷണൽ ഹീലിംഗിന് കൂടിയാണ് നേച്ചർ നമ്മളെ സഹായിക്കുന്നത് എന്നാണ് പറയുന്നത്. സോ ഇതിലെ മേജർ തീംസ് എന്തൊക്കെയാണ്? ഈ ഒരു ഡഫോഡിൽസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ 4 സ്റ്റാൻസോട് കൂടി സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞ് വെച്ചിരിക്കുന്നത് എന്താണ്? നേച്ചറിൻ്റെ ആ ഒരു ഹീലിംഗ് പവറിനെ കുറിച്ചിട്ട്, ദെൻ മെമ്മറി, ഇമാജിനേഷൻ, അതുപോലെ തന്നെ ഇമോഷണൽ ട്രാൻസ്ഫർമേഷൻ, ലവ് ഓഫ് നേച്ചർ, സിംപ്ലിസിറ്റി, സബ്ജക്റ്റിവിറ്റി, ഇമാജിനേഷൻ. ഓക്കെ, ഇനി ഇതൊരു സ്റ്റൈൽ ആൻഡ് ലാംഗ്വേജ് എങ്ങനെയാണ്? മ്യൂസിക്കൽ ക്വാളിറ്റി എന്താ പറയുന്നത്? സ്മൂത്ത് റിതമാണ്, അല്ലെ റൈം ക്രിയേറ്റഡ് മെലഡി, അല്ലേ, റൈം ക്രിയേറ്റ് ചെയ്യുന്നത് മെലഡിയാണ്. ഫ്ലവേഴ്സ്, സ്റ്റാർസ്, വേവ്സ് ഒക്കെ നമുക്ക് തരുന്നത് വിഷ്വൽ ഇമേജറിയാണ്. സോ ദീസ് ഓൾ അബൌട്ട് എന്ത് നമ്മുടെ ഡഫോഡിൽസ് എന്ന് പറയുന്ന പോയം. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പോം.
ഏതാണ് ഇമ്മോർട്ടാലിറ്റി ഓഡ് എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ശരിക്കുമുള്ള ഒരു ടൈറ്റിൽ വരുന്നത് എങ്ങനെയാണ്? ഓഡ് ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ഫ്രം റീകളക്ഷൻസ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഓഡ് എന്ന് പറയുന്നത് എന്താ ശരിക്കും? ഓഡ് എന്ന് പറയുന്നത് ഒരു ലിറിക്കൽ പോയമാണ് അല്ലേ. നമുക്കത് ഫുള്ളി ഒരു പോയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു ലിറിക്കൽ പോയമാണ്. അല്ലെങ്കിൽ അത് ടിപ്പിക്കലി വൺ ഇൻ ദ ഫോം ഓഫ് ആൻ അഡ്രസ് ടു എ പെർട്ടിക്കുലർ സബ്ജക്ട് റിട്ടൺ ഇൻ വാരിഡ് ഓർ ഇറഗുലർ മീറ്റർ. ഒരു ഇറഗുലർ മീറ്ററിലും അല്ലേ അതിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ലിറിക്കൽ പോയമാണ്. അത് എന്തിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇവൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെയോ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും ആ ഒരു ഓഡിലൂടെ. എന്നിട്ട് അതിൻ്റെ പോയറ്റിക് ആയിട്ടുള്ള കുറച്ച് ഇവോൾവ്മെൻറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കാവ്യാത്മകമായിട്ട് എഴുതുന്ന ഒരു കൈൻഡ് ഓഫ് റൈറ്റിങ്ങിനെയാണ് ഓഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഓഡ് ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ഫ്രം റീകളക്ഷൻസ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ്. സോ ഇവിടെ ഓഡിന് ഈ ഒരു പോയത്തിനെ നമ്മൾ ഇമ്മോർട്ടാലിറ്റി ഓഡ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ലൈക്ക് എന്താ യു ക്യാൻ സീ ദ ടൈറ്റിൽ ഇമ്മോർട്ടാലിറ്റി എന്താണ് പറയുന്നത്? ഇമ്മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ അനശ്വരത, മരണമില്ലാത്ത അല്ലേ. അപ്പോൾ മരണമില്ലാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു പോയം കൂടിയാണ് ഇത്. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. പെർട്ടിക്കുലർലി ദ ടൈം ഓഫ് ചൈൽഡ്ഹുഡിനെയും ചൈൽഡിനെയും ആണ് അവിടെ സ്ട്രെസ് ചെയ്തിട്ട് പറയുന്നത്. സോ ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ബിറ്റ്വീൻ 1802 ആൻഡ് 1804. 1802-4 കാലഘട്ടത്തിൽ എഴുതിയതാണ്. വൺ ഓഫ് വേൾഡ്സ്വർത്ത് ഗ്രേറ്റസ്റ്റ് ഫിലോസഫിക്കൽ പോയം. ഗ്രേറ്റസ്റ്റ് ഫിലോസഫിക്കൽ പോയംസിലെ ഒരു മെയിൻ പോയമാണ് ഈ ഇമ്മോർട്ടാലിറ്റി ഓഡ്. ഇത് കുറച്ചും കൂടിയും എന്താണ് ഹൈലി അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പറയാൻ പറ്റില്ല ഹൈലി സ്പിരിച്വലും റിഫ്ലക്റ്റീവുമാണ് കേട്ടോ. ഇതിലെ സെൻട്രൽ ഐഡിയാസ് എന്തൊക്കെയാണ്? ഈ പോയം എക്സ്പ്ലോർ ചെയ്യുന്നത് ചൈൽഡ്ഹുഡ് സ്പിരിച്വാലിറ്റീനെയും ലോസ് ഓഫ് ഹെവൻലി വിഷൻ വിത്ത് ഏജ്, ദെൻ ഇമ്മോർട്ടാലിറ്റി ഓഫ് ദ സോൾ, ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് നേച്ചർ. ഇത്രയാണ് മെയിൻ തീംസ് എന്ന് പറയും, സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിൻ്റെ വർണ്ണനകളാണ്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ചൈൽഡായിരിക്കുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി അല്ലെങ്കിൽ കുട്ടികൾ എപ്പോഴും ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയും അല്ലേ. നമ്മൾ കുറച്ചുകൂടി ഗോഡിനോട് അടുത്തിരിക്കുന്നത് ക്ലോസ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡ് ടൈമിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേച്ചറിനെയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണും അല്ലേ. ഓരോ പുൽക്കൊടിനെയും നമ്മൾ അത്രയും എക്സൈറ്റ്മെൻറ്റിലൂടെയും ക്യൂരിയോസിറ്റി നിറഞ്ഞിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വയസ്സാവും തോറും അല്ലേ ചൈൽഡ്ഹുഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക മാറി മാറി വരുമ്പോൾ നമ്മുടെ അത്രയും കെയർഫുൾനെസ് അല്ലെങ്കിൽ ഓരോന്നിനെയും കണ്ടിരുന്ന ആ ഒരു മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ വ്യത്യസ്തമായിരിക്കും അല്ലേ. അപ്പോൾ അത്രയും ഫോക്കസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ അത്രയും എന്താ പറയുക മനസ്സ് നിറഞ്ഞ് കണ്ട പല കാര്യങ്ങളെയും നമ്മൾ സിമ്പിളാക്കിയിട്ട് വിടുന്നതാണ് പറയുന്നത് കേട്ടോ. സോ എന്താണ് ഒരു ഫിലോസഫിക്കൽ ഐഡിയ എന്ന് പറയുന്നത് വേർഡ്സ്വർത്ത് ബിലീവ് ചെയ്യുന്നത് ചിൽഡ്രൻ കം ഫ്രം എ ഡിവൈൻ സ്പിരിച്വൽ വേൾഡ്. ഒരു ഡിവൈൻ സ്പിരിച്വൽ വേൾഡിൽ നിന്നാണ് ആര് വരുന്നത്? ചിൽഡ്രൻ. അപ്പം എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഒരു ജീവൻ കിട്ടുന്നത് മുന്നേ അവിടെ ഒരു സോൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ചൈൽഡ്ഹുഡ് പോസസ് ഹെവൻലി പ്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ആസ് പീപ്പിൾ ഗ്രോ ഓൾഡർ ദേ ലോസസ് ദർ സ്പിരിച്വൽ വിഷൻ. അപ്പോൾ ചൈൽഡ്ഹുഡിൽ നിന്നും വളർന്ന് അല്ലേ മെച്യൂർഡ് ആവും തോറും ആ ഒരു എന്താ പറയേണ്ടത് സ്പിരിച്വൽ വിഷൻ ആളുകൾക്ക് നഷ്ടപ്പെടുന്നു എന്നുമാണ് പറയുന്നത്. സോ മെമ്മറി പെർസീവ്സ് ട്രേസസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി. അപ്പോൾ ഇവിടെ മെമ്മറി എന്ന് പറയുന്ന ഒരു കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്മോർട്ടാലിറ്റീനെ ട്രേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സ്റ്റാൻസ വൈസ് പോയി നോക്കാം കേട്ടോ. സോ വേർഡ്സ്വർത്ത് ബിഗിൻസ് വിത്ത് എ ഫീലിംഗ് ഓഫ് ലോസ്. എന്തോ ഒരു നഷ്ടപ്പെട്ടുള്ള ഒരു ഫീലിംഗ് ഓഫ് ലോസിലൂടെയാണ് വേർഡ്സ്വർത്ത് ഈ ഒരു പോയം തുടങ്ങുന്നത്. ദ നാച്ചുറൽ വേൾഡ് റിമെയിൻസ് ഔട്ട്വേർഡ്ലി ബ്യൂട്ടിഫുൾ ബട്ട് ദ പോയറ്റ് നോ ലോങ്ങർ എക്സ്പീരിയൻസസ് ദ സെയിം സ്പിരിച്വൽ ജോയ് ഹി ഫെൽ ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. പോയറ്റ് ഇപ്പോൾ വളർന്നു നിൽക്കുന്ന മെച്യൂർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റിൽ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിൽ ഓരോ കാര്യത്തെയും എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ നേച്ചറിൽ കണ്ടിരുന്ന ഓരോ കാര്യത്തെയും ഏത് സെൻസിലാണോ അല്ലെങ്കിൽ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അദ്ദേഹം കണ്ടിരുന്ന പല കാര്യങ്ങളെയും അദ്ദേഹത്തിന് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വേൾഡ് എന്ത് ചെയ്യുന്നുണ്ട്? ആ നാച്ചുറൽ വേൾഡ് സെയിം ആയിട്ട് തന്നെ ബ്യൂട്ടിഫുള്ളായിട്ട് ഔട്ട്വേർഡ്ലി ബ്യൂട്ടിഫുള്ളായിട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഒരു എക്സ്പീരിയൻസ് അല്ലേ അതിൻ്റെ ഒരു ചേഞ്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്.
സോ അതൊരു നഷ്ടപ്പെടലായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ദിസ് ലോസ് ഇസ് നോട്ട് ഫിസിക്കൽ ബട്ട് സ്പിരിച്വൽ. അതൊരു ഫിസിക്കൽ അല്ല, പക്ഷേ സ്പിരിച്വൽ ആണെന്നാണ് പറയുന്നത് ആ ഒരു ലോസ് എന്നത്. ചൈൽഡ്ഹുഡ് പെർസെപ്ഷൻ കണ്ടെയ്ൻഡ് വണ്ടർ, ഇന്നസെൻസ് ആൻഡ് ഡിവൈൻ അവെയർനെസ്. ചെറിയ കുട്ടികളാവുമ്പോൾ നമ്മൾ എല്ലാറ്റിനെയും കണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട്, ചെറിയ കുട്ടികളാവുമ്പോൾ കുട്ടികളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഒരു അത്ഭുതമായിട്ട്, അല്ലേ, ഒരു ക്യൂരിയോസിറ്റി നിറഞ്ഞിട്ട്, അതുപോലെ ഇന്നസെൻ്റ് ആയിട്ടാണ് നമ്മൾ എല്ലാത്തിനെയും കണ്ടിരുന്നത്. അതിനൊരു ഡിവൈൻ അവെയർനെസ് ഉണ്ടായിരുന്നു. പക്ഷേ അഡൾട്ട്ഹുഡിലേക്ക് ഓരോരുത്തർ കടക്കുമ്പോഴും അതെന്താണ്, ആ ഒരു വിഷനെ വീക്കൻ ചെയ്യാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ പോയിറ്റ് ഇവിടെ മോൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ പോയിറ്റ് ഇവിടെ വിലപിക്കുന്നത് ആ ഒരു ഡിസപ്പിയറൻസ് ആണ്. അവിടെ കാണാൻ പറ്റാത്ത കാര്യങ്ങളെയാണ്. അതായത് ആ ഇന്നസെൻസ്, നമ്മുടെ ഇമാജിനേഷൻ, സ്പിരിച്വൽ റേഡിയൻസ്, ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള പോയറ്റിൻ്റെ ഒരു മോൺസ്, ഒരു വിലാപമാണ് നമുക്ക് ഈ ഒരു സ്റ്റാൻസയിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇനി സെക്കൻഡ് സ്റ്റാൻസിലേക്ക് വരുമ്പോൾ ചൈൽഡ്ഹുഡ് ആസ് ഡിവൈൻ എന്നാണ് പറഞ്ഞത്. അതായത് ചിൽഡ്രൻ ആർ സ്പിരിച്വലി ക്ലോസർ ടു ഹെവൻ, അല്ലേ, സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തോടായിട്ട് കുറച്ചുകൂടി ക്ലോസ് ആയി നിൽക്കുന്നതാണ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സെൻട്രൽ ഫിലോസഫിക്കൽ ആർഗ്യുമെൻ്റ് ഉണ്ട്. അതായത് വേർഡ്സ്വർത്ത് പ്രസൻസ് ദ പ്ലാറ്റോണിക് ഐഡിയ ഓഫ് പ്രീ എക്സിസ്റ്റൻസ്. നമ്മുടെ മുന്നേ നിലനിന്നിട്ടുണ്ട്, മനുഷ്യ ജീവിതത്തിന് മുന്നേ ഒരു നിലനിൽപ്പ് നമുക്ക് ഉണ്ട് എന്നുള്ള ഒരു പ്ലാറ്റോണിക് ആയിട്ടുള്ളൊരു ഐഡിയയാണ് അദ്ദേഹം ഇവിടെ കാണിക്കുന്നത്. അതായത് അക്കോർഡിംഗ് ടു വേർഡ്സ്വർത്ത് ദ സോൾ ഈസ് ഇമ്മോർട്ടൽ. അതായത് എല്ലാവരും നമുക്ക് നമ്മുടേതായ ഒരു ആത്മാവുണ്ടല്ലോ, ആ ആത്മാവ് ഒരിക്കലും എന്താ പറയുന്നത്, നശിക്കുന്നില്ല, അല്ലെങ്കിൽ ആത്മാവിന് മരണമില്ല എന്നാണ് പറയുന്നത്. അതൊരു ഇമ്മോർട്ടലാണ്, അനശ്വരമായിട്ടുള്ളൊരു കാര്യമാണ് സോൾ എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സ് എക്സിസ്റ്റ് സ്പിരിച്വലി ബിഫോർ ബേർത്ത്. എല്ലാ മനുഷ്യരും ബേർത്തിന് മുന്നേ സ്പിരിച്വലി അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ചിൽഡ്രൻ റിട്ടൈൻ മെമ്മറീസ് ഓഫ് ദിസ് ഹെവൻലി എക്സിസ്റ്റൻസ്. അപ്പോൾ ചിൽഡ്രന്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ആ തരത്തിലുള്ള ഡിവൈനായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഹെവൻലി എക്സിസ്റ്റൻസിൻ്റെ മെമ്മറീസ് കുട്ടികൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിൽഡ്രൻ എന്നുള്ളത് എന്താണ്, ചിൽഡ്രൻ എന്ന് പറയുന്നത് ചിൽഡ്രൻ പൊസസ് പ്യൂരിറ്റി, അല്ലേ, കുറച്ചും കൂടിയും പ്യുവറായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഡിവൈൻ ആയിട്ടുള്ള കാര്യമാണ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അവർക്ക് ഇമാജിനേഷൻ ഉണ്ട്, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് അവർക്കുണ്ട്. സോ ആസ് അഡൽട്ട് ഗ്രോ ഓൾഡ്, അല്ലേ, ചൈൽഡ്ഹുഡിൽ നിന്നും ഓൾഡർ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഗ്രോ ചെയ്യുമ്പോഴോറും അതെന്താണ്, നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ചുറ്റുപാടുമായിട്ട് നമ്മൾ കൺസേൺ ആവുകയാണ്, നമ്മൾ കുറച്ചുകൂടി ബോധവാന്മാരാവണം. ആ ഇന്നസെൻസ് നമുക്ക് അവിടെ നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് കൂടുകയാണ്. മെറ്റീരിയൽസത്തിനോട്, അതായത് മെറ്റീരിയൽ ആയിട്ടുള്ള ഓരോ കാര്യത്തോട് നമുക്ക് ഭ്രമം, മറ്റു കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകും. അപ്പോൾ തന്നെ ആ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്യൂരിറ്റി ആയിട്ടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള മൈൻഡ് നമുക്ക് അവിടെ നഷ്ടപ്പെടുക എന്നാണ് പറയുന്നത്. സോ ഗ്രാജുവലി എറേസ് ദിസ് ഡിവൈൻ അവെയർനെസ്, അല്ലേ, നമ്മൾ ആ ഒരു ഗ്രാജുവലി എന്താണ് നമ്മുടെ ഡിവൈൻ ആയിട്ടുള്ള അവെയർനെസ് നമ്മളവിടെ മായ്ച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെക്കൻഡ് സെഷൻ. ഇനി തേർഡ് സെഷനിലേക്ക് കിടക്കുമ്പോൾ ലോസ് ത്രൂ ഗ്രോത്ത്. നമ്മൾ വളരുന്നതോടും നമുക്ക് എന്തോ നഷ്ടപ്പെട്ടുകൊണ്ട് പോവാന്ന് ആണ് വേർഡ്സ്വർത്ത് പറയുന്നത്. അതായത് ഗ്രോയിങ് അപ്പ് മീൻസ് സ്പിരിച്വൽ ഡിക്ലൈൻ. നമ്മൾ വളരുക, ഗ്രോയിങ് അപ്പ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഡിക്ലൈൻ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ വേർഡ്സ്വർത്ത് ക്രിട്ടിസൈസസ്, അവിടെ ക്രിട്ടിസൈസ് ചെയ്യാണ് വേർഡ്സ്വർത്ത് ആരെ, അഡൾട്ട് സൊസൈറ്റീനെ. കാരണം ഇറ്റ് ഡിസ്ട്രോയ്സ് നാച്ചുറൽ ഇന്നസെൻസ്, അല്ലേ, നാച്ചുറൽ ആയിട്ടുള്ള ഇന്നസെൻസിനെ അഡൾട്ട്ഹുഡ് നശിപ്പിക്കുന്നു എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. ചൈൽഡ്ഹുഡ് ഈസ് ഇമാജിനേറ്റീവ് ആൻഡ് സ്പിരിച്വലി ഫ്രീ. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഭാവാത്മകമായിട്ടുള്ള, അല്ലേ, കാര്യങ്ങളാണ്. അതേപോലെ എന്താണ്, ഫ്രീ ആണ്, സ്പിരിച്വലി ഫ്രീ ആണ്. പക്ഷേ അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ബിക്കംസ് മെക്കാനിക്കൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക്. കുറച്ചുകൂടി മെക്കാനിക്കൽ ആവുകയാണ്. അതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വേൾഡാണ് നമ്മുടെ അഡൾട്ട്ഹുഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദ ചൈൽഡ് ഇനീഷ്യലി പ്ലേസ് ഫ്രീലി ആൻഡ് നാച്ചുറലി. കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ഒന്നിനെയും കുറിച്ച് ബോധേഡല്ല, നമ്മൾ ഫ്രീ ആണ്, നാച്ചുറലി നമ്മൾ ഓരോന്ന് പ്ലേ ചെയ്യാണ്. പക്ഷേ ഗ്രാജുവലി എന്താണ്, സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് നമ്മളിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മളിലേക്ക് ഫോഴ്സ്ഫുള്ളി എന്താ പറയണ്ട, അഡിക്റ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ ആഡഡ് ആവുമ്പോൾ എന്താണ്, സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് ഇംപ്രിസൺ ദ ഇമാജിനേഷൻ, അല്ലേ, സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ്, അതായത് കുറച്ചും കൂടിയും വലുതായി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നുള്ള സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇംപ്രിസൺ ചെയ്യാണ് ആ ഒരു ഇമാജിനേഷനിൽ നിന്നും. സോ ഇതെന്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു റൊമാൻറ്റിക് ക്രിറ്റിസിസമാണ്. റൊമാൻറ്റിക് ഏജിലെ എല്ലാ ആൾക്കാരും ക്രിട്ടിസൈസ് ചെയ്ത കാര്യത്തെയാണ്. എന്തൊക്കെയാണ്, ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ, സോഷ്യൽ ആർട്ടിഫിഷ്യാലിറ്റി ആൻഡ് ലോസ് ഓഫ് ഇന്നസെൻസ് എന്നുള്ളത്. ഇനി സെക്ഷൻ 4ലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തൊക്കെയാണ്,
അത് ലാസ്റ്റ് സെഷനിൽ ഒരു മെയിൻ ഐഡിയ എന്നുള്ളത്, ഈവൻ ദോ ഹെവൻലി വിഷൻ ഫെയ്ഡ്സ് മെമ്മറി സ്റ്റിൽ പ്രൊവൈഡ് എന്താണ് കംഫേർട്ട്. അല്ലേ, നമ്മൾ വളരും തോറും നമ്മുടെ വിഷൻ, നമ്മുടെ ആ ഒരു എന്താ പറയുക ചൈൽഡ്ഹുഡ് വിഷൻ ഫെയ്ഡായിട്ട് മാഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിലും ചൈൽഡ്ഹുഡിൽ മെമ്മറീസ് സ്റ്റിൽ ദെയർ. അല്ലേ, മെമ്മറീസ് എപ്പോഴും നമ്മുടെ അവിടെ ഉണ്ട്. അത് നമുക്ക് ഒരു തരത്തിലുള്ള കംഫേർട്ട് നമുക്ക് തരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദ ഫൈനൽ മൂവ്മെൻറ്റ് ഓഫ് ദ പോയം ഇസ് ഹോപ്പ്ഫുൾ റാദർ ദാൻ ട്രാജിക്. ഒരു ട്രാജിക് ആയിട്ടുള്ള കാര്യത്തിലേക്കല്ല പോണേ, പക്ഷെ കുറച്ചുകൂടി ഹോപ്പ്ഫുൾ ഉള്ള കാര്യമാണ് എൻഡിങ് നമുക്ക് തരുന്നത്. ഓൾദോ അഡൽഹുഡ് cannot recover complete childhood innocence, memory preserves fragments of spiritual truth. അല്ലേ, അഡൽഹുഡ് ഒരിക്കലും നമുക്കൊരു കംപ്ലീറ്റ് ആയൊരു റിക്കവർ ചൈൽഡ്ഹുഡ് ഇന്നസെൻസിനെ ഫുള്ളായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലെങ്കിലും ആ ഒരു മെമ്മറീസ് എന്ത് ചെയ്യാൻ പറ്റും, സ്പിരിച്വൽ ട്രൂത്തിനെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. പ്രിസർവ് എന്നാണ് കേട്ടോ, പ്രിസർവ് ചെയ്യാൻ നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത്. സോ ദ പോയിറ്റ് ഗെയിൻസ് മെച്യൂരിറ്റി ആൻഡ് ഫിലോസഫിക്കൽ വിസ്ഡം. അവിടെ പോയിറ്റ് ചെയ്യുന്നത് എന്താണ്, അദ്ദേഹം ഗെയിൻ ചെയ്യുന്നത് എന്താ, മെച്യൂരിറ്റിയും ഫിലോസഫിക്കൽ വിസ്ഡവുമാണ്. അതുപോലെ ഹി ലേൺസ് ടു അപ്രിഷിയേറ്റ് ഹ്യൂമൻ സഫറിങ്ങിനെ അപ്രിഷിയേറ്റ് ചെയ്യാനും ഇമോഷണൽ ഡെപ്തും റിഫ്ലക്റ്റീവ് വിസ്ഡത്തിലേക്ക് അപ്രിഷിയേറ്റ് ചെയ്യാൻ അദ്ദേഹം അവിടെ പഠിക്കുകയാണ്. സോ നേച്ചർ റിമൈൻസ് എ സോഴ്സ് ഓഫ് കംഫർട്ട് ആൻഡ് സ്പിരിച്വൽ ഇൻസൈറ്റ്. അപ്പോൾ നേച്ചർ എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഒരു കംഫർട്ടും സ്പിരിച്വൽ ഇൻസൈറ്റുമാണ് തരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇമ്പോർട്ടൻറ്റ് തീംസ് എന്തൊക്കെയാണ് ഇവിടെ, ചൈൽഡ്ഹുഡ് ഇന്നസെൻസ്, ഇമ്മോർട്ടാലിറ്റി ഓഫ് ദ സോൾ, ലോസ് ഓഫ് വിഷൻ, മെമ്മറി, നേച്ചർ ആൻഡ് സ്പിരിച്വാലിറ്റി. ഓക്കെ, സോ ദീസ് ഓൾ അബൌട്ട് എന്താ നമ്മുടെ ഓഡ് ഓൺ ഇൻറ്റിമേഷൻ എന്ന് പറയുന്ന ഈ ഒരു പോയം. ഓക്കെ, റിട്ടൺ ബൈ വേർഡ്സ്വർത്ത്. അപ്പോൾ 2 പോയം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇതിന് മുന്നേ നമ്മൾ ടിൻറ്റൻ അബേ എന്ന് പറഞ്ഞ പോയം ഡിസ്കസ് ചെയ്തു. സോ ദീസ് ഓൾ അബൌട്ട് നമ്മുടെ യൂണിറ്റ് 1. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 1 അങ്ങനെ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാൻ അറിയാം, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഓഡിലെ ചൈൽഡ്ഹുഡ് ഇൻ ദ ഓഡ് അതിനെക്കുറിച്ച് എഴുതാൻ പറയാം, ഇമ്മോർട്ടാലിറ്റി ഓഫ് ദ സോളിനെ കുറിച്ചിട്ട്, മെമ്മറി ആൻഡ് റീകളക്ഷൻ, നേച്ചർ ഇൻ ദ ഓഡ്, പ്ലാറ്റോണിക് ഫിലോസഫി ഇൻ ദ പോയം. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ടു ആൻസർ ദീസ് ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. തീം ഓഫ് ചൈൽഡ്ഹുഡ് ഇൻ ഓഡ്, ഈ ഒരു ഓഡ് എന്ന് പറയുന്ന ഈ ഒരു പോയത്തിലെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന അതിൻ്റെ തീമിനെ കുറിച്ചിട്ട് എഴുതാൻ എന്തായാലും അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ദ സെക്കൻഡ് ബ്ലോക്ക്. ഓക്കെ, സോ ഐ ഹോപ്പ് ഓൾ യു ഗെറ്റ് ദ പോയിൻറ്റ്സ്. എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു.